സേവനം വേഗത്തിലാക്കാനുമാണ് ഈ പുതിയ നീക്കം. അപേക്ഷകർ പുതിയ ഔദ്യോഗിക പോർട്ടലിൽ പാസ്പോർട്ട് അപേക്ഷകൾ പൂരിപ്പിക്കണം. പുതിയ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്ന പാസ്പോർട്ട് ഫോട്ടോകൾ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. ഒമാനിൽ നിന്ന് ഇത്തവണ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള 440 പ്രവാസികൾക്ക് ഹജ്ജിന് അവസരം ലഭിക്കും. 14,000 ഒമാന്റെ ഹജ്ജ് കോട്ട. എന്നാൽ 42,264 പേരാണ് ഇത്തവണ ഹജ്ജിനെ രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 12,318 ഒമാനികൾക്ക് അവസരം ലഭിക്കും. അറബ് പൗരന്മാരായ 220 പേർക്കും മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നുള്ള 220 പേർക്കുമായിരിക്കും പ്രവാസി കോട്ടയിൽ അവസരം നൽകുക. നിരവധി മലയാളികളും ഇത്തവണ ഹജ്ജിന് അപേക്ഷിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ 500 പ്രവാസികൾക്ക് ഇപ്രകാരം അവസരം ലഭിച്ചിരുന്നു. കുവൈത്തിലേക്ക് ഈ വിസ വഴി 2,35,000 സന്ദർശക വിസകൾ അനുവദിച്ചു. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ആരംഭിച്ചതു മുതലുള്ള കണക്കാണിത്. കുവൈത്തിലെ 6 ഗവർണറേറ്റുകളിലെയും ഇമിഗ്രേഷൻ വകുപ്പുകളാണ് ഇക്കാര്യം അറിയിച്ചത്. പുതിയ വിസ സമ്പ്രദായം വിനോദസഞ്ചാരത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമെന്നും പ്രവേശന നടപടികൾ ലളിതമാക്കാനും ലക്ഷ്യമിടുന്നു. ഓരോ റെസിഡൻസി വകുപ്പും പ്രതിദിനം ഏകദേശം 1000 വിസ നടപടികൾ പൂർത്തിയാക്കുന്നു. 6 ഗവർണറേറ്റുകളിലായി പ്രതിദിനം 6000 സന്ദർശക വിസകളാണ് ചെയ്യുന്നത്. അതേസമയം കുവൈത്ത് ആതിഥേയത്വം വഹിച്ച ഗൾഫ് കപ്പ് ടൂർണമെന്റും സന്ദർശക വിസ എണ്ണത്തിൽ വൻ വർധന ഉണ്ടാക്കി. സൗദിയിൽ നിയമലംഘനങ്ങൾ നടത്തിയതിന് 37 റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്ത മാനവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം. അവകാശങ്ങൾ ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായുള്ള അന്വേഷണത്തിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചത്. ഇതിൽ 27 റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദ ആക്കിയപ്പോൾ 10 സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെപ്പിച്ചു. തൊഴിൽ സേവനങ്ങൾ നൽകുന്നതിനുള്ള നിയമലംഘനം, ഉപഭോക്താക്കൾക്ക് നൽകേണ്ട പണം വൈകിപ്പിച്ചത്, ഉപഭോക്താക്കളുടെ പരാതികൾ പരിഹരിക്കാതിരിക്കൽ പോലെയുള്ള നിയമലംഘനങ്ങൾക്കെതിരെയാണ് സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തത്. റിയാദ് പ്രവിശ്യയിലെ ധിരിയ, അൽഗർജ്, ദലം എന്നിവിടങ്ങളിലും തബൂക്ക് പ്രവിശ്യയിലും മക്ക പ്രവിശ്യയിലെ ജിദ്ദ, തുവൽ എന്നിവിടങ്ങളിലും സിവിൽ ഡിഫൻസ് നാളെ ഫിക്സഡ് സൈറൺ ടെസ്റ്റ് നടത്തും. സാമൂഹിക അവബോധം വർദ്ധിപ്പിക്കാനും അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഔദ്യോഗിക അലേർട്ടുകളോടുള്ള ജനങ്ങളുടെ പ്രതികരണം ഉറപ്പാക്കാനുമാണ് പരീക്ഷണം നടത്തുന്നത്. മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ കാര്യക്ഷമതയും അടിയന്തര സാഹചര്യങ്ങളിൽ ജനങ്ങളെ അറിയിക്കാനുള്ള സംവിധാനങ്ങളുടെ സുസജ്ജതയും ഉറപ്പാക്കാനാണ് വാർണിംഗ് സൈറൺ പരീക്ഷണം. ഉച്ചയ്ക്ക് 1 മണിക്ക് പുതിയ ബിഹേവിയർ ടോൺ വഴിയും ഉച്ചയ്ക്ക് 1:10 നാഷണൽ അലർട്ട് ടോൺ വഴിയും ഉച്ചയ്ക്ക് 1:15 നിയുക്ത പ്രദേശങ്ങളിൽ ഫിക്സഡ് സൈറണുകൾ വഴിയും മുന്നറിയിപ്പ് സന്ദേശങ്ങൾ പ്രക്ഷേപണം ചെയ്യും. പ്രമുഖ ഫുട്ബോൾ ക്ലബായ അൽ കോബാർ MUFC സംഘടിപ്പിച്ച PM നജീബ് മെമ്മോറിയൽ ചാലഞ്ചേഴ്സ് കപ്പിന് ദമാം വിന്നേഴ്സ് സ്റ്റേഡിയത്തിൽ ഉജ്ജ്വല സമാപനം. RCFCയെ എതിരില്ലാത്ത ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി ബദർ FC കിരീട ജേതാക്കളായി. ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് 1.5 മാസത്തോളം നീണ്ടുനിൽക്കുന്ന മേള സംഘടിപ്പിച്ചത്. ദമാം ബ്യൂറോ റിപ്പോർട്ടിലേക്ക്. അത്യന്തം ആവേശം നിറഞ്ഞ കലാശപ്പോരാട്ടത്തിൽ കളിയുടെ 37ാമത്തെ മിനിറ്റിൽ RCFCക്കെതിരെ ഷിബിൽ നേടിയ ഗോളിനാണ് ബദർ FC മേളയുടെ ചാമ്പ്യന്മാരായത്. ശക്തമായ മുന്നേറ്റങ്ങളുമായി RCFC തിരിച്ചുവരവിന് ശ്രമിച്ചെങ്കിലും ബദർ FCയുടെ പ്രതിരോധ നിരയും ഗോൾ കീപ്പറും ഗോൾ നേടുകയെന്ന അവരുടെ ശ്രമത്തിന് കടിഞ്ഞാണിട്ടു. ടൂർണമെന്റിലെ മികച്ച താരമായി RCFCയുടെ അനന്തുമുരളിയെ തെരഞ്ഞെടുത്തു. മികച്ച കളിക്കാരായി ബദർ FCയുടെ ഹസൻ, ടോപ്പ് സ്കോറർ സാദിഖ്, ഗോൾ കീപ്പർ ഷിബിലി, ഡിഫൻഡർ RCFCയുടെ ഷാജഹാൻ, എമർജിംഗ് പ്ലെയർ ആരാധകരുടെ കളിക്കാരൻ സുമേഷ് MUFC എന്നിവരെ തെരഞ്ഞെടുത്തു. കോർണിഷ് സോക്കറിനാണ് ഫെയർ പ്ലേ ട്രോഫി. വ്യാപാര വാണിജ്യ കായിക രംഗത്തെ പ്രമുഖരായ യഹിയ അൽ ഷങ്തി, ഷമീർ കൊടിയത്തൂർ, സയ്യിദ് ഉബൈദ്, കാർത്തിക് സുകുമാർ, അസ്ലം പള്ളിമേൽ, മുസ്തഫ ഹാർബ്, ജസ്ബീർ അബ്ദുൽ ജബ്ബാർ, നിഹാൽ മുഹമ്മദ്, റഷീദ് ചന്ദമംഗല്ലൂർ, ഫൈസൽ എടത്തനാട്ടുകര എന്നിവർ സമാപന ചടങ്ങിൽ പങ്കെടുത്തു. മഹ്മൂദ് അബൂബക്കർ, നൌഷാദ് മാവൂർ, ഷനൂബ് കൊണ്ടോട്ടി, സഹൽ സലാം, അഷ്റഫ് KFUPM, ആസിഫ് കൊണ്ടോട്ടി, നൌഷാദ് പട്ടാമ്പി എന്നിവർ സംഘാടനത്തിന് നേതൃത്വം നൽകി. മുജീബ് കളത്തിൽ, ജയ്ഹിന്ദ് ന്യൂസ്, ദമാം. 2 പതിറ്റാണ്ടിലധികം സൗദിയിലെ അൽ ഹസയിൽ പ്രവാസിയായിരുന്നു CK അബ്ദുൽ ഗഫൂർ നാട്ടിൽ വാഹനാപകടത്തിൽ നിര്യാതനായി. വെസ്റ്റ് ചേതമംഗല്ലൂർ മസ്ജിദുൽ ഫാറൂഖ് മഹൽ കമ്മിറ്റി പ്രസിഡന്റും കുറ്റിക്കാട്ടൂർ, മണാശ്ശേരി എന്നിവിടങ്ങളിലെ മലബാർ ഫർണിച്ചർ ഉടമയുമാണ്. പ്രവാസം അവസാനിപ്പിച്ച ശേഷം നാട്ടിലെ മതസാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു. മുക്കം നഗരസഭാ കൌൺസിലർ റംല ഗഫൂറാണ് ഭാര്യ. വെസ്റ്റ് ചേതമംഗല്ലൂർ ഫാറൂഖ് പള്ളിയിൽ ഖബറടക്കം നടന്നു. വെടിക്കെട്ടും ദീപാലങ്കാരങ്ങളുമായി ദുബായിലെ ഇന്ത്യൻ സമൂഹം ദീപാവലി ആഘോഷിക്കുന്നു.
ദുബായ് ഗവൺമെന്റ് നേരിട്ട് ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് എന്ന പേരിൽ വിവിധ ആഘോഷ പരിപാടി ഒരുക്കിയിട്ടുണ്ട്. ദുബായ് ബർബുദായിലാണ് ദീപാവലിയുടെ ആഘോഷവും ആവേശവും കൂടുതലുള്ളത്. ദിവസങ്ങൾ നീളുന്ന ദീപാവലി ആഘോഷത്തിന്റെ ആരവത്തിലാണ് നഗരങ്ങൾ. ഇന്ത്യൻ നഗരങ്ങളെപ്പോലെ മിന്നിത്തിളങ്ങുകയാണ് ബർദുബായ് നഗരം. അതേസമയം UAE-യിലെ ഇന്ത്യൻ സ്കൂളുകൾക്ക് തിങ്കളാഴ്ച ദീപാവലി അവധിയാണ്. ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. അവധി ദിനങ്ങളും രാഷ്ട്രപതിയുടെ സന്ദർശനവും പ്രമാണിച്ചുള്ള നിയന്ത്രണങ്ങളുമാണ് തിരക്ക് വർദ്ധിക്കാൻ കാരണം. തിരക്ക് മുൻകൂട്ടി കണ്ടുള്ള ക്രമീകരണം ഒരുക്കാത്തതിനാലാണ് ഭക്തർ വലയുന്നത്. ശബരിമലയിൽ അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. തുലാമാസ പൂജകൾക്കായി നട തുറന്നത് മുതൽ തന്നെ മണ്ഡലകാലത്ത് അനുഭവപ്പെടുന്നത് പോലെയുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദീപാവലി, ഞായർ അടക്കമുള്ള അവധി ദിനങ്ങൾക്കൊപ്പം രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ചുള്ള നിയന്ത്രണങ്ങൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടില്ല. മണിക്കൂറുകളോളം ക്യൂ നിന്ന് കുട്ടികൾ ഉൾപ്പെടെ തളർന്നു വീഴുകയാണ്. കുടിവെള്ളം ഉൾപ്പെടെ ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. ദർശനം കഴിഞ്ഞ് പമ്പയിലെത്തുന്നവർക്ക് നിലയ്ക്കലിൽ പോകാൻ KSRTC ബസ്സുകൾ നിർത്താത്തതിനാൽ ഭക്തർ ബസ് തടഞ്ഞു. KSRTC ജീവനക്കാരിൽ നിന്നും അനുഭവപ്പെടുന്നത് മോശം സമീപനമെന്നും ഭക്തർ പറയുന്നു. തിരക്കിന് അനുപാതമായ സംവിധാനങ്ങൾ ഒരുക്കാത്തതിനാൽ മണിക്കൂറുകളോളം ക്യൂ നിന്ന് ഭക്തർ വലയുകയാണ്. കുട്ടികൾ ഉൾപ്പെടെ വന്നവർക്ക് കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥയാണുള്ളത്. പരാതി പറഞ്ഞിട്ടും പരിഹാരമുണ്ടാവുന്നില്ല എന്നാണ് ഭക്തരുടെ പരാതി. ജയ്ഹിന്ദ് ന്യൂസ്, സന്നിധാനം. പെരിയ ഇരട്ടക്കൊലക്കേസിലെ ഇരട്ട ജീവപര്യന്തം തടവുകാർക്ക് സർക്കാരിന്റെ ഒത്താശ. ഇതിനകം 9 പ്രതികൾക്കാണ് പോലീസ് റിപ്പോർട്ട് മറികടന്ന് ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശയിൽ പരോൾ അനുവദിച്ചത്. പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന ശരത്ലാലിനെയും കൃപേഷിനെയും ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ എറണാകുളം CBI കോടതി ജനുവരി 3 ഇരട്ട ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച പ്രതികൾക്കാണ് ഭരണത്തണലിൽ പോലീസ് റിപ്പോർട്ട് തള്ളി പരോൾ അനുവദിച്ചത്. CBI അന്വേഷണം വരാതിരിക്കാൻ പൊതുഖജനാവിൽ നിന്ന് 1.5 കോടിയോളം ചെലവാക്കിയിട്ടും CBI അന്വേഷിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്ത് ശിക്ഷിച്ച കേസിലാണ് ഈ ചട്ടലംഘനം. പ്രതികളുടെ കേസ് നടത്താൻ CPM 2.5 കോടി പിരിച്ചു വാദിച്ചിട്ടും CBI കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷിച്ച പ്രതികൾക്കാണ് ഇപ്പോൾ പാർട്ടിയുടെ തണലിൽ പരോൾ ലഭിച്ചത്. 1-ാം പ്രതി A. പീതാംബരൻ, സുരേന്ദ്രൻ, അശ്വിൻ, ഗിജിൻ, ശ്രീരാഗ്, രഞ്ജിത്ത്, സജി ജോർജ്, സുഭാഷ്, അനിൽ എന്നിവർക്കാണ് പരോൾ അനുവദിച്ചത്. ഇതിൽ പരോൾ കാലാവധി കഴിഞ്ഞ് സുഭീഷ്, അനിൽകുമാർ എന്നീ പ്രതികൾ ജയിലിലേക്ക് തിരിച്ചുപോയി. മറ്റു പ്രതികൾ പാർട്ടി നേതാക്കളുടെ തണലിൽ സുഖവാസത്തിലാണ്. ഒരു പ്രതി കണ്ണൂരിലെ ബന്ധുവീട്ടിലും മറ്റൊരു പ്രതി കുമ്പളയിലെ ബന്ധുവീട്ടിലുമാണുള്ളത്. മറ്റൊരു പ്രതിക്ക് അമ്പലത്രയിലെ സഹോദരന്റെ വീട്ടിൽ താമസിക്കാനാണ് വ്യവസ്ഥ. എന്നാൽ CPM ലോക്കൽ നേതാവും പഞ്ചായത്ത് അംഗവും ചേർന്ന് ഇയാൾക്ക് വാടക വീട് വാങ്ങി നൽകി താമസിപ്പിക്കുകയാണ്. പ്രതികൾ ബേക്കൽ സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്നാണ് നിബന്ധന. എന്നാൽ ഹൊസ്ദുർഗ് സ്റ്റേഷൻ പരിധിയിലും അമ്പലത്ര സ്റ്റേഷൻ പരിധിയിലുമായി താമസിക്കുന്ന പ്രതികൾക്ക് എല്ലാവരുമായും ആശയവിനിമയം നടത്താനും നിരന്തരം ബന്ധപ്പെടാനുമുള്ള സാഹചര്യം നിലവിലുണ്ട്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആസന്നമായ വേളയിൽ ഇരട്ട ജീവപര്യന്തം തടവുപുള്ളികളെ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ച് തുറന്നുവിട്ടത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാനും നാട്ടിൽ കലാപം അഴിച്ചുവിട്ട് ജനങ്ങളെ ഭീതിയിലാഴ്ത്തുവാനുമാണെന്നുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ട്. ക്രിമിനലുകൾ നാട്ടിൽ സ്വൈര്യവിഹാരം നടത്തുന്നതോടെ സമാധാനകാംക്ഷികളായ ജനങ്ങൾ ആശങ്കയിലാണ്. ന്യൂസ് ഡെസ്ക്, ജയ്ഹിന്ദ് ന്യൂസ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി പടയൊരുക്കം നടത്തുന്ന NDA സഖ്യത്തിന് തിരിച്ചടി. ലോക് ജൻശക്തി പാർട്ടി സ്ഥാനാർത്ഥി സീമ സിംഗിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളി. മർഹൌറയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായിരുന്നു സീമ. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ NDAക്ക് കനത്ത തിരിച്ചടി നൽകിയാണ് വരണാധികാരി LJP സ്ഥാനാർത്ഥി സീമ സിംഗിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയത്. നാമനിർദ്ദേശ പത്രികയിലെ രേഖകളിൽ പൊരുത്തക്കേടുകളുള്ളതിനാലാണ് പത്രിക തള്ളിയത്. ചിരാഗ് പസ്വാന്റെ നേതൃത്വത്തിലുള്ള ലോക് ജൻശക്തി പാർട്ടിയിലെ സുപ്രധാന സ്ഥാനാർത്ഥിയായിരുന്നു സീമ സിംഗ്. സാങ്കേതിക വിഷയങ്ങളും രേഖകളിലെ പൊരുത്തക്കേടുകളും കാരണം സീമ സിംഗിന്റെ ഉൾപ്പെടെ 4 നാമനിർദ്ദേശ പത്രികകൾ തള്ളി. സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ അൽത്താഫ് ആലം രാജു, വിശാൽ കുമാർ, BSPയുടെ ആദിത്യകുമാർ എന്നിവരുടെ നാമനിർദ്ദേശ പത്രികകളാണ് തള്ളിയത്. പത്രിക തള്ളിയതോടെ മണ്ഡലത്തെക്കുറിച്ച് NDAയിൽ ആശങ്ക ഉയർന്നു. പ്രമുഖ ഭോജ്പുരി അഭിനേത്രിയും നർത്തകിയുമായ സീമ NDA സഖ്യം വിജയപ്രതീക്ഷ വച്ച നേതാവായിരുന്നു. ലോക് ജനശക്തി പാർട്ടിയിലൂടെ 2023 രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിച്ച സീമ 9ാം ക്ലാസ് വിജയമാണ് തന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് സത്യവാങ്മൂലത്തിൽ നൽകിയത്.
വലിയ ചർച്ചകൾക്കിടയാക്കിയിരുന്നു. ധാരണപ്രകാരം ലഭിച്ച 101 വീതം സീറ്റുകളിലാണ് BJPയും JDUവും മത്സരിക്കുന്നത്. ലോക് ജൻശക്തി പാർട്ടി 29 സീറ്റിലാണ് മത്സരിക്കുന്നത്. നവംബർ 6, 11 തീയതികളിലാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നവംബർ 14 ഫലം പുറത്തുവരിക. നാഷണൽ ഡെസ്ക്, ജയ്ഹിന്ദ് ന്യൂസ്. ദീപാവലി നിറവിൽ രാജ്യം. നന്മയുടെ വിജയം ആഘോഷിക്കുന്ന ദീപാവലി നാളെ. ആഘോഷത്തിന്റെ തിരക്കിലാണ് തലസ്ഥാന നഗരി. കടകമ്പോളങ്ങൾ ഇതിനോടകം ഒരുങ്ങിക്കഴിഞ്ഞു. ധന്യകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പോകാം. തിന്മയെ നന്മ തോൽപ്പിച്ച ആഘോഷമാണ് ദീപാവലി. തലസ്ഥാനത്ത് ദീപാവലിയെ വരവേൽക്കുവാൻ ആളുകളൊക്കെ മാർക്കറ്റുകളിൽ പടക്കങ്ങളും മധുര പലഹാരങ്ങളും വാങ്ങുവാനുള്ള തയ്യാറെടുപ്പിലാണ്. ആഘോഷത്തിന്റെയും ആത്മീയതയുടെയും കൂർത്തിണക്കലാണ് ദീപാവലി. തിന്മയുടെ ഇരുട്ടു നിറഞ്ഞ ലോകത്തിൽ നന്മയുടെ വെളിച്ചം പരന്ന ദിനമായി നാടെങ്ങും ദീപാവലിയെ കൊണ്ടാടുന്നു. നിരവധി ഐതിഹ്യങ്ങൾ ദീപാവലിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു. പടക്കങ്ങളും മധുര പലഹാരങ്ങളുമായി ദീപാവലിയെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കച്ചവടക്കാരും ജനങ്ങളും കുട്ടികളും അടക്കം. പടക്കങ്ങളൊക്കെ മേടിച്ചോ? പടക്കം മേടിച്ചു. ഏതൊക്കെ പടക്കങ്ങളാണ് മേടിച്ചത്? ബിജിലി, കുരുവി എല്ലാം മേടിച്ചു. ഇവിടെ എങ്ങനെ എപ്പോഴും വരുമോ? നല്ല റേറ്റിനോ വില കുറച്ചൊക്കെ കിട്ടും. വെൽക്കം. വീട്ടിലത്തേക്കല്ല, ആക്ച്വലി നമ്മൾ ഓഫീസിലത്തേക്കാണ് പടക്കം മേടിച്ചത്. വലിയ പടക്കങ്ങളായിട്ട് വാങ്ങുന്നില്ല. ഈ പൂത്തിരി, കമ്പിത്തിരി, തറച്ചക്രം ഇതുപോലുള്ള സാധനങ്ങൾ, പൊട്ടുന്ന സാധനങ്ങളൊക്കെ കുറവാണ്. കൊതിയൂറും മധുര പലഹാരങ്ങളാണ് കടകളിലൊക്കെ കാണാൻ കഴിയുന്നത്. ഉത്തരേന്ത്യയിൽ മാത്രമല്ല, ദീപാവലി ഒരുക്കങ്ങൾ കേരളത്തിലെ കടകളിലൊക്കെ പൊടി പൊടിക്കുകയാണ്. ദീപാവലി ആയിട്ട് കച്ചവടങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ദീപാവലിയായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പൊ കുറച്ച് റഷ് കൂടുതലാണ്. ആക്ച്വലി ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പം കുറച്ച് റഷ് കൂടുതലാണ്. ഓക്കെ, കുഴപ്പമില്ല, നൈസായിട്ട് പോകുന്നുണ്ട്. ഫ്ലവർ പോട്ടിൻ്റെ ആണ്. കുറച്ച് വലിയ ഐറ്റംസ്, കുറച്ച് ഫാൻസി ആയിട്ട് കുട്ടികൾക്ക് കുറച്ചുകൂടെ കാണുമ്പം അട്രാക്റ്റീവ് ആയിട്ടുള്ള സീസണിന് മാത്രമാണ്. 10 ദിവസത്തെ കച്ചവടമാണ്. ഇപ്പം 2-3 ദിവസമായി തുടങ്ങിയിട്ട്. ഇപ്പോൾ ആള് കുറച്ച് കുറവാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് തിരുവനന്തപുരം പോലീസ് സഹകരണ സംഘം ഈ പടക്ക വിപണിയിലൂടെ നമ്മൾ നടത്തി വരുന്നു. കഴിഞ്ഞ മികച്ച പ്രതികരണമാണ് ഇത്തവണ നമുക്കുണ്ടായിട്ടുള്ളത്. ഇവിടെ നമ്മൾ പലതരത്തിലുള്ള പല വിലയ്ക്കുള്ള ഗിഫ്റ്റ് ബോക്സുകളിലായിട്ടാണ് കഴിഞ്ഞ 8 വർഷവും ഞങ്ങൾ ഈ ദീപാവലി പടക്കങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി വളരെ വിലക്കുറവിൽ ശിവകാശിയിൽ നിന്നും നേരത്തെ എത്തിച്ച് വളരെ വിലക്കുറവിലാണ്, പൊതുവിപണിയേക്കാളും വിലക്കുറവിലാണ് ഞങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി ഇത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. ദീപാവലിയോടനുബന്ധിച്ച് വീടുകളിലും അമ്പലങ്ങളിലും വലിയ ആഘോഷങ്ങളാണ് നടക്കുന്നത്. ദീപത്തിന്റെ പ്രഭ പോലെ ഐശ്വര്യം വർഷം തോറും നിറയട്ടെ. ക്യാമറാമാൻ രാമകൃഷ്ണനോടൊപ്പം ധന്യകൃഷ്ണൻ, ജയ്ഹിന്ദ് ന്യൂസ്. കായിക വാർത്തകൾ. പെർത്ത് ഏകദിനത്തിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 7 വിക്കറ്റ് ചെയ്യും. ഇന്ത്യ നിശ്ചിത ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 130 റൺസ് എടുത്തു. ഓസീസ് 22-ാം ഓവറിൽ ലക്ഷ്യം മറികടന്നു. മഴ മൂലം മത്സരം 26 ഓവറാക്കി ചുരുക്കിയിരുന്നു. തിരിച്ചു വരവ് നടത്തിയ വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും ശോഭിക്കാനായില്ല. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ജയ്ഹിന്ദ്. മിഡിൽ ഈസ്റ്റ് എഡിഷൻ powered by MyG Future. Experience the next. രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പുതിയ ഹാർമണി ചിട്ടിയിൽ ഞാൻ വീട് വെച്ചത് KSF ചിട്ടിയുടെ ധൈര്യത്തിലല്ലേ. KSF ഈ നാടിന്റെ ധൈര്യം. ICL FinCorp Gold Loan, the intelligent choice. ചേരുക, ചേർത്ത് പിടിക്കുക. നോർക്ക കെയർ പ്രവാസി ഹെൽത്ത് ഇൻഷുറൻസ്. co-powered by റീഗൽ ജ്വല്ലേഴ്സ്. ഒരു മാറ്റം, അത് നല്ലതല്ലേ. presented by ലുലു മണി, സ്നേഹപൂർവ്വം. Lulu Hypermarket, home delivered. Download the Lulu app now.
ദേശാഭിമാനികളെ, പ്രേക്ഷകരെ, ശ്രോതാക്കളെ, വീണ്ടും അന്തർധാരയുടെ ഒരു പുതിയ ലക്കത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വാരം നടന്ന സംഭവ പരമ്പരകളെ നമ്മൾ സാമാന്യേന അപഗ്രഥിക്കുകയും വിലയിരുത്തുകയും ചെയ്തു. അടിമത്വത്തിൽ അറിയാതെ ആണ്ടുപോയ ഇന്ത്യ നിരന്തരമായ നിവർത്തന മോഹങ്ങൾ പ്രകടിപ്പിച്ചുവെങ്കിലും ആ നിവർത്തനം ആക്കാൻ സാധിച്ചത് നിരവധി വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് ഒരു നൂറ്റാണ്ടോളം എത്തിയ നീണ്ട കാലത്തെ സമരങ്ങളിലൂടെ, വിട്ടുവീഴ്ചയില്ലാത്ത മുന്നേറ്റങ്ങളിലൂടെ അത് നേടിയെടുക്കാൻ സാധിച്ചതിന് നേതൃത്വം നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കോടിക്കണക്കിന് ആളുകളുടെ വിലാപങ്ങളും ആലാപങ്ങളും ദുഃഖങ്ങളും അവശതകളും ഖിന്നതകളും ദാരിദ്ര്യ അവസ്ഥകളുമൊക്കെ നിലനിന്നിരുന്ന ഇന്ത്യയിൽ അതിനു മാറ്റം വരുത്താൻ ഇന്ത്യൻ ജനതയുടെ മൗലികാവകാശമായ, ലോകത്തെവിടെയുമുള്ള ജനങ്ങളുടെ മൗലികാവകാശമായ, ജന്മാവകാശമായ സ്വാതന്ത്ര്യം നമുക്ക് നേടിയെടുക്കാൻ തീവ്രമായി പ്രയത്നിച്ച് വിജയം വരിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കോൺഗ്രസ് രാഷ്ട്രീയമായി കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടു. ഇന്ത്യയുടെ ഭരണം BJPയുടെ കയ്യിലാണ് എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. BJPയെ നിയന്ത്രിക്കുന്നത് BJPയുടെ ഹെഡ് മാസ്റ്റർ അഥവാ പ്രിൻസിപ്പൽ RSS ആണെന്നും ഞങ്ങൾക്കറിയാം. അത് അവരുടെ ആഭ്യന്തര വിഷയമാണ്. ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയ്ക്ക് ആ വിഷയത്തെ അപഗ്രഥിക്കാനോ കടന്നു കയറാനോ പ്രത്യാക്രമണം നടത്താനോ അനാവശ്യമായി ശ്രമിക്കുന്നില്ല. RSSന്റെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ സ്ക്വാഡ് വർക്കേഴ്സാണ് വാസ്തവത്തിൽ BJP എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം. അത് അവരുടെ രീതിയാണ്. അത് അവർക്ക് തുടരാവുന്നതും ചെയ്യാവുന്നതും ആണ്. അത് മാത്രമേ അവർക്ക് ചെയ്യാൻ കഴിയൂ എന്നുള്ളതും സത്യമാണ്. പക്ഷേ സ്വതന്ത്ര ഇന്ത്യയിലെ പൗരന്മാർക്ക് പ്രതികരിക്കാനുള്ള അവകാശം അതുകൊണ്ട് നഷ്ടപ്പെടുത്തില്ല. ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വളരെ അസന്നിഗ്ധമായ ഭാഷയിൽ ഒരു രാഷ്ട്രീയ സത്യം പറഞ്ഞു. ഇന്ത്യയുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി, അദ്ദേഹം ഇപ്പോൾ ഭാരതീയരുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം BJPയുടെ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും ഇടപെടാം, പലതും ചെയ്യാം, പലതും പറയാം. പക്ഷെ അതോടൊപ്പം അദ്ദേഹം ഇന്ത്യയുടെ ആദരണീയനായ പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങളുടെ പാരമ്പര്യത്തിനും അന്തസ്സിനും അവരുടെ വൈകാരിക ക്ഷമതയ്ക്കും സഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടതും പറയേണ്ടതും. അത് ജനങ്ങൾക്ക് അങ്ങനെ ആഗ്രഹിക്കാൻ അവകാശമുണ്ട്. ട്രംപ് അമേരിക്ക എന്ന ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ശക്തികളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അമേരിക്കയുടെ ഭരണാധികാരിയായ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ സ്റ്റെനോഗ്രാഫറെ പോലെ പെരുമാറാൻ പാടില്ല നമ്മുടെ പ്രധാനമന്ത്രി. അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രിയുടെ വലിപ്പത്തിനും ചേർന്നതല്ല, നമ്മുടെ ജനതയുടെ വലിപ്പത്തിനും മാന്യതയ്ക്കും അത് ചേർന്നതല്ല. ഫാൻസി ഡ്രസ്സ് കളിക്കുന്നത് പോലെ, പ്രച്ഛന്നവേഷം ആടുന്നത് പോലെ കൂടെ മാറിയും തിരിഞ്ഞും എന്തു വന്നാലും അവസാന അഭയം ട്രംപാണെന്ന് വരുത്താൻ ശ്രമിക്കുന്നതും നമ്മുടെ ജനതയ്ക്ക് അപമാനമാണ്. ജനങ്ങളുടെ മുഴുവൻ പ്രധാനമന്ത്രിയാണ് ബഹുമാന്യനായ മോദി.
അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരല്ല ഇന്ത്യയിലെ കോൺഗ്രസ് പ്രവർത്തകർ. കോൺഗ്രസിൻ്റെ അനിഷേധ്യനായ നേതാവും ഉത്തരവാദിത്വമുള്ള ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവും ആണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം നെഹ്റു പരമ്പരയുടെ 7ാം തലമുറയുടെ കരുത്തരായ പോരാളിയാണ് എന്നൊന്നും ഞങ്ങൾ വീണ്ടും അസർട്ടൈൻ ചെയ്ത് പറയേണ്ട കാര്യമില്ല. അതൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മുടെ പ്രധാനമന്ത്രി ഭയക്കരുത്, സങ്കോചിക്കരുത്, ചൂളിപ്പോകരുത്, ട്രംപിൻ്റെ മുമ്പിൽ മുറച്ചു പോകരുത് എന്ന സതുദ്ദേശമാണ് രാഹുൽ ഗാന്ധി പ്രകടിപ്പിച്ചത്. അത് നമ്മുടെ ബഹുമാന്യനായ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയെ ഇൻസൾട്ട് ചെയ്യാനല്ല, ചെറുതാക്കാനല്ല, ചരിത്രത്തിൻ്റെ മുമ്പിൽ കൊച്ചാക്കാൻ വേണ്ടിയല്ല. അങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രിയെ കൊച്ചാക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കില്ല, അനുവദിക്കില്ല. അതിന് കാരണം ഒരു ശക്തമായ ഭരണം ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കണമെങ്കിൽ അതിശക്തമായ ഒരു പ്രതിപക്ഷം കണ്ണു തുറന്ന് കാതു കൂർപ്പിച്ച് സംഭവങ്ങളെ കേൾക്കുകയും കാണുകയും വിലയിരുത്തുകയും അപഗ്രഥിക്കുകയും ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്യണം. There's a right, it's a fundamental right of the civilian society and of the democratic society. ജനാധിപത്യത്തിൻ്റെയും പൗരജീവിതത്തിൻ്റെയും അതിപ്രധാനമായ ഒരു ഘടകമാണ് ഭരണകക്ഷിയെപ്പോലെ തന്നെ പ്രതിപക്ഷവും. അപ്പോൾ പ്രതിപക്ഷം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അവിടെ അസ്വസ്ഥതയല്ല പ്രകടിപ്പിക്കേണ്ടത്. സർവത്ര ഏകാധിപതിയായി ഒരു കാലത്ത് മാറേണ്ടി വന്ന സർ CP രാമസ്വാമി അയ്യർ പോലും പ്രതിപക്ഷത്തിൻ്റെ കർശനവും സത്യസന്ധവും വിലമതിക്കേണ്ടതും ആയ വിമർശനങ്ങളെ അദ്ദേഹം പ്രത്യേകം എടുത്ത് പാറ്റിക്കൊഴിച്ച് അപഗ്രഥിച്ച് മാന്യതയോടെ ആ വിമർശനങ്ങളെ കാണുകയും പരിഹാരം കണ്ടെത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഏകാധിപത്യത്തിന് പോലും സഹിഷ്ണുത അനിവാര്യമാണ്, കേൾക്കാനുള്ള ക്ഷമ അനിവാര്യമാണ്, അത് പരിശോധിക്കുവാനുള്ള ക്ഷമത അനിവാര്യമാണ്. ഇക്കാര്യങ്ങൾ അധികാരത്തിൻ്റെ ദന്തഗോപുരത്തിൽ ഇരിക്കുമ്പോൾ മറക്കാൻ പാടില്ല. ബഹുമാന്യനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ശത്രുവായിട്ടല്ല കോൺഗ്രസ് കാണുന്നത്. ജനാധിപത്യം ആഗ്രഹിക്കുകയും വിലയിരുത്തുകയും പരിഗണിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്ന കാര്യങ്ങളുടെ വഴികളിലൂടെ അദ്ദേഹം സഞ്ചരിക്കുന്നില്ല എന്ന പരാതിയാണ് പറയുന്നത്. ഒരു അടിമരാജ്യത്തിലെ കാര്യസ്ഥൻ്റെ ബലഹീനത അദ്ദേഹത്തിന് വന്നുകൂടാ. ട്രംപ് അമേരിക്ക എന്ന വലിയ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്, കരുത്തനായ നേതാവാണ്. പക്ഷേ അത് അമേരിക്കയിൽ. ഇന്ത്യയിൽ നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രിയാണ് വലുത്. നമ്മുടെ പ്രധാനമന്ത്രി മറ്റൊരാളിൻ്റെ മുമ്പിൽ ചൂളുന്നത് നമുക്ക് അസൗകര്യമാണ്, നമുക്ക് ദുഃഖം ജനിപ്പിക്കുന്ന ഒന്നാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ചെറിയ കാര്യം ഞാൻ ആനുഷംഗികമായി സൂചിപ്പിക്കുകയാണ്. ഇന്ത്യയിലൂടെ കടന്നു കയറി തൻ്റെ കരുത്ത് കാണിക്കാൻ ഈ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് 7ാം കപ്പൽപ്പടയെ ഇരപ്പിച്ച് കയറ്റിക്കളയുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു നമുക്ക്, ശ്രീമതി ഇന്ദിരാഗാന്ധി. സ്ത്രീത്വത്തിൻ്റെ ശക്തി പൂർണ്ണത, വ്യക്തിത്വത്തിൻ്റെ ശക്തി പൂർണ്ണത, കരുത്തിൻ്റെ കർമ്മകാണ്ഡവും ശക്തിപൂർണതയുമായിരുന്ന ഇന്ദിരാഗാന്ധി. ആ ഇന്ദിരാഗാന്ധി പറഞ്ഞു, അനുവദിക്കില്ല, നടക്കില്ല, വിഡ്രാ ചെയ്യണം എന്ന് പറഞ്ഞു. അവരാദ്യമൊക്കെ ഒന്ന് ആടിയും ഒന്ന് കയർത്തും കസർത്ത് കാണിച്ചുമൊക്കെ നോക്കി. ഇന്ദിരാഗാന്ധി വിരൽ ചൂണ്ടി പറഞ്ഞു, 7ാം കപ്പൽപ്പട നമ്മുടെ സമുദ്ര അതിർത്തിയിൽ കടന്നാൽ തിരിച്ചു പോകുന്നത് വെള്ള തുണി പുതപ്പിച്ചായിരിക്കും എന്ന് പറഞ്ഞു. പറയേണ്ടി വരുന്നത് അതിനാണ് ജെന്യുവിൻ ഹീറോയിസം, അത് അസലായ തൻ്റെ ഇടം. ആ അസലായ തൻ്റെ ഇടം നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഉണ്ടാകണം
എന്ന് ആഗ്രഹിക്കുക മാത്രമാണ് പ്രധാനമന്ത്രി കഴിഞ്ഞാൽ അടുത്ത ഉത്തരവാദിത്വമുള്ള പദവിയാണ് പ്രതിപക്ഷ നേതാവ്. ആ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത് അത് ക്ഷമിക്കാനാകാത്ത കുറ്റമൊന്നുമല്ല. അത് രാഷ്ട്രീയത്തിൽ കേട്ടുകഴിവില്ലാത്ത കാര്യവും അല്ല. പ്രധാനമന്ത്രിക്ക് ഫയൽ ഒപ്പിടാനുള്ള അധികാരമുണ്ട്. ആ അധികാരം എല്ലാ കാര്യത്തിലും പ്രതിപക്ഷ നേതാവിന് ഇല്ല. പക്ഷേ അതിപ്രധാനമായ കാര്യങ്ങളിൽ, രാജ്യം അറിയേണ്ട കാര്യങ്ങളിൽ പ്രധാനമന്ത്രിക്ക് തൊട്ടടുത്ത അധികാരം പ്രതിപക്ഷ നേതാവിനുണ്ട് എന്നുകൂടി ബഹുമാന്യനായ നമ്മുടെ പ്രധാനമന്ത്രി കാണേണ്ടതും വിലയിരുത്തേണ്ടതും ആണ്. സമൂഹം ചർച്ച ചെയ്യുന്ന ഗൗരവമുള്ള വിഷയങ്ങളുമായി ഞങ്ങൾ നിങ്ങളിലേക്ക്. ന്യൂസ് റൂമിൽ നിന്നും ജനഹൃദയങ്ങളിലേക്ക്. ഒരു വിഷയം, പല കാഴ്ചപ്പാടുകൾ, സമൂഹത്തിന്റെ നേർചിത്രം. മൗനം ഉദ്ദേശിക്കുന്ന മുഖ്യമന്ത്രിക്ക് അറിയാലോ ഇത് നടത്തിയത് ആരാണെന്നുള്ളത്. ചിന്തിക്കാം, വിലയിരുത്താം, തുറന്നു പറയാം. വിശ്വാസമുള്ള ഭരണാധികാരികളെയാണ് ഈ ദേവസ്വം ബോർഡ് ഏൽപ്പിക്കേണ്ടത്. സാധാരണക്കാർ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, വ്യവസായികൾ എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാം. ശരിയാണെന്ന് നമുക്കൊന്നും തോന്നുന്നില്ല. ചെയ്ത സംഭവങ്ങളൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തെറ്റ് തന്നെ. ലെറ്റ്സ് ടോക്ക് നമ്മുടെ ജയ്ഹിന്ദ് ടിവിയിൽ. ലെറ്റ്സ് ടോക്ക്. രാഹുൽ ഗാന്ധിയെ ഒരു പൊളിറ്റിക്കൽ ന്യൂസെൻസ് ആയിട്ടാണ് നമ്മുടെ ഭരണകൂടം ഇപ്പോൾ വിലയിരുത്തുന്നത്. അത് അധികാരത്തിൻ്റെ അഹംഭാവമെന്ന് പറയാം, അഹന്തയെന്ന് പറയാം, പെരുപ്പം എന്ന് പറയാം, പ്രമാണിത്വം എന്ന് പറയാം, ഒരു എക്സ്ട്രോർഡിനറി മികവിൻ്റെ ഓവർ കോൺഫിഡൻസ് ആണെന്ന് പറയാം. ഞാനതൊന്നും പറയുന്നില്ല. അതിനും അപ്പുറം പറയേണ്ടതാണ് ഇന്ത്യൻ ജനതയുടെ സംസ്കാരം. പ്രധാനമന്ത്രിക്ക് അധികാരമുണ്ടല്ലോ, അത് ഭരണഘടന നൽകിയ അധികാരമാണ്. അതേ അധികാരമാണ് പ്രതിപക്ഷ നേതാവിന് കുറേ അധികാരങ്ങൾ ഉള്ളത്. അതും നമ്മുടെ ഭരണഘടന നൽകിയിട്ടുള്ള അധികാരമാണ്. ഭരണഘടനയുടെ 2 ഡയസുകളാണ് പ്രധാനമന്ത്രിയുടേതും പ്രതിപക്ഷ നേതാവിൻ്റെയും. ആ നിലയ്ക്കാണ് അമേരിക്കൻ പ്രസിഡന്റിനെ ഭയക്കുകയും അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ സ്തംഭിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയല്ല നമുക്ക് വേണ്ടത് എന്ന്. നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ കരുത്ത് കാണിക്കേണ്ട സന്ദർഭം വന്നപ്പോൾ ആദ്യം പ്രധാനമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. BJP-യുടെ ദേശീയ സമ്മേളനം കൂടി പ്രധാനമന്ത്രിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ഒറ്റക്കെട്ടായി പ്രധാനമന്ത്രിയുടെ പിറകിലുണ്ടെന്ന്. പാകിസ്ഥാനുമായി ഒരു യുദ്ധം നടന്നപ്പോൾ, അടുത്ത കാലത്തന്നെ, മാസങ്ങളല്ലേ ആയുള്ളൂ. അപ്പോൾ ആ ഐക്യദാർഢ്യം പ്രധാനമന്ത്രിക്ക് നൽകിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഒക്കെ നിദ്രയിലായിരുന്ന കാലത്ത് ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയ ഒരു വലിയ പാരമ്പര്യമുള്ള പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി. അദ്ദേഹം പറയുന്നത് കൂടി ശ്രദ്ധയോടെ ക്ഷമയോടെ കേൾക്കാൻ കഴിയുന്ന കരുത്ത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ഉണ്ടാകേണ്ടതാണ്. ദാറ്റ് ദ സ്റ്റൈൽ ഓഫ് ദി ഡെമോക്രസി. The tolerance is an important thing in democracy. ജനാധിപത്യത്തിൽ സഹിഷ്ണുത, ക്ഷമത, ഇതെല്ലാം ഇത് രണ്ട് വാക്കാണ്. അത് ഒരു പ്രധാനമന്ത്രിക്ക് നിർബന്ധമാണ്. പ്രധാനമന്ത്രിക്ക് എല്ലാ പൊതുപ്രവർത്തകർക്കും നിർബന്ധമാണ്. അതുകൊണ്ട് അനാവശ്യമായി ഇന്ത്യയുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രിയെ അപഹേളിക്കാൻ നടക്കുന്ന
ഒരു രാഷ്ട്രീയ ദുർഭൂതമായിട്ട് രാഹുൽ ഗാന്ധിയെ വിലയിരുത്തരുത്. അത് ജനാധിപത്യത്തിൻ്റെ എല്ലാ മാന്യതയ്ക്കും എതിരാണ് എന്ന് ഈ അവസരത്തിൽ ഏറെ പ്രതിപക്ഷ ബഹുമാനത്തോടെ ആദരവോടെ സൂചിപ്പിക്കുകയാണ്. തൊട്ടടുത്ത കാലത്ത്, അടുത്ത ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം നടന്നല്ലോ. അതിപ്രശസ്ത നടന്മാരുടെ പട്ടികയിലേക്ക് ഉയരുന്ന തമിഴ്നാട്ടിൻ്റെ ഒരു പ്രധാന നടനാണ് ശ്രീ വിജയ്. അദ്ദേഹം പങ്കെടുക്കാൻ എത്തിച്ചേർന്ന കരൂരിലെ, മദ്രാസിലെ കരൂരിലെ ഒരു മഹാസമ്മേളനത്തിൽ ജനാധിപത്യത്തിൻ്റെ കൂമ്പ് അടയ്ക്കുന്ന, ജനാധിപത്യത്തിൻ്റെ ഹൃദയം മരവിപ്പിക്കുന്ന, ജനാധിപത്യത്തിൻ്റെ കണ്ണുകളെ മടങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒരു പൈശാചികമായ സംഭവം നടന്നു. ആ സംഭവത്തെ പ്രാദേശിക സമിതികളോ സംസ്ഥാന സമിതികളോ അല്ല അന്വേഷിക്കേണ്ടത്, CBI ആണ് അന്വേഷിക്കേണ്ടത് എന്ന് ആദ്യം വിളിച്ചു പറഞ്ഞത് അന്തർധാരയാണ് എന്ന് ഓർക്കുക. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അങ്ങനെ ഒരു നിഗമനത്തിലെത്തിയത് അത്യന്തം ശ്ലാഘനീയമാണ്. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ജനാധിപത്യത്തിൽ യജമാനന്മാർ ജനങ്ങളാണ് എന്ന് ഭരണാധികാരികൾ ആവർത്തിച്ച് പറയുമ്പോഴും ജനാധിപത്യ ധ്വംസനം വേലി പൊളിച്ചരങ്ങേറുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജകീയ അവസ്ഥയുണ്ടല്ലോ, ഏകാധിപത്യത്തിൻ്റെ പെരുമ്പറയും കൂട്ടി നമ്മെ എഴുന്നള്ളിക്കുന്ന ഒരു സ്വേച്ഛാധിപത്യത്തിൻ്റെ മനസ്സ്. ആ മനസ്സ് അറിയാതെ ഭരണകൂടങ്ങളിലേക്കും ഭരണാധികാരികളിലേക്കും ഇഴഞ്ഞു കയറുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ലോക്കൽ പോലീസിനോ അല്ലെങ്കിൽ ലോക്കൽ ഏജൻസികൾക്കോ അന്വേഷിച്ചാൽ പരിഹാരം സത്യസന്ധമായി കണ്ടെത്താനോ, വിളവ് തിന്നത് ആരാണ്, മേയാൻ വന്ന കാലികളാണോ, കാലികളകത്ത് കയറാതിരിക്കാൻ വേണ്ടി കെട്ടിയ വേലികളാണോ, വേലിയാണോ വിളവ് തിന്നത്, വേലി പൊളിച്ചു കടന്ന നാൽക്കാലികളാണോ വിളവ് തിന്നത് എന്നറിയണമെങ്കിൽ വളരെ ശുഷ്കാന്തിയോടെ അന്വേഷിക്കാൻ അധികാരമുള്ളൊരു ഏജൻസി അന്വേഷിക്കണം. അപ്പോൾ അതിനെപ്പറ്റിയുള്ള തെറ്റിദ്ധാരണകളും മാറും. അത്തരം ഏജൻസികൾ അന്വേഷിക്കുന്നത് കൊണ്ട് രണ്ട് ഗുണങ്ങളാണ്. ഒന്ന്, ഏതെങ്കിലും നിക്ഷിപ്ത താല്പര്യക്കാരുടെ കൈകളിൽ നിൽക്കുന്ന ഒരു ഏജൻസി അല്ല അന്വേഷിച്ചത് എന്ന വിശ്വാസം. മറ്റൊന്ന്, കുറെ കൂടെ ഒരു ഓപ്പൺ സ്പേസ് ഉള്ള ഒരു അന്വേഷണ ഏജൻസി വന്നല്ലോ എന്ന ഒരു ആത്മവിശ്വാസം. ദാറ്റ് മീൻസ് ദി സ്ലൈറ്റ് കോൺഫിഡൻസ്. ആ ആത്മവിശ്വാസവും ആ ശുഭപ്രതീക്ഷയും നമ്മുടെ മനസ്സിലുണ്ടാകും. കരൂർ സംഭവം CBI അന്വേഷിക്കണം എന്ന നിലയിൽ എത്തിച്ചേർന്നതും ആ തീരുമാനവും അത്യന്തം അഭിനന്ദനാർഹമാണ്. ഇത്തരം സംഭവങ്ങൾ ജനാധിപത്യത്തിൽ അധികാരം വെട്ടിപ്പിടിക്കാൻ, വേട്ടയാടി പിടിക്കാൻ, ആരെ കൊല്ലാനും അറപ്പില്ല എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളുടെ ഭാഗം കൂടിയാണ്. നമ്മുടെ രാജ്യത്തിൽ മറ്റൊരു സംസ്കാരമുണ്ട്. ഒരു മഹായുദ്ധത്തിൽ, പോരാട്ടത്തിൽ ജയിച്ച് ശവശരീരങ്ങൾ നദികളിലൂടെ കരിയില മഴയത്ത് കുത്തുവെള്ളത്തിൽ ഒലിച്ചു പോകുന്നത് പോലെ കബന്ധങ്ങൾ വേർതിരിക്കപ്പെട്ട ശിരസ്സുകളും വെള്ളത്തിലൂടെ ഇങ്ങനെ മത്സരിച്ചൊഴുകി പോകുന്നത് കണ്ട് വിജയം മുഴുവൻ തൻ്റേതായി മാറിയ ശേഷമാണ് അശോകൻ്റെ മനസ്സ് വെമ്പിയത്, വിങ്ങുമുട്ടിയത്, വിഭ്രാന്തമായത്. അദ്ദേഹം ഉറക്കെ പറഞ്ഞത്, ഇനിയും ഞാൻ പോരാടി വെട്ടിപ്പിടിക്കും ഈ ലോകം മുഴുവനും എന്നല്ല, കാണി കരുണ കൂടാതെ അസംഖ്യം സമപ്രാണികളെ കഷണിപ്പിച്ച് കയ്യൂക്കു കാണിച്ച് വാച്ച വിഭവ ഗർവം പൂണ്ട്
വാണു സുഖിക്കയും വേണ്ട എനിക്കിനി, തേരുകൂടാതെ ഞാൻ തെരുതെരെ പാദചാരിയായി ഭൂമിയിൽ സഞ്ചരിക്കുമെന്നാണ് തീരുമാനമെടുത്തത്. അത്തരം തീരുമാനങ്ങളെടുത്ത ഭരണാധികാരികളുടെ വംശപരമ്പരയുള്ള രാജ്യമാണ് ഭാരതം. ഇവിടെ കാരുണ്യം, ദയ, ദാക്ഷിണ്യം, വിട്ടുവീഴ്ച ഇതെല്ലാം ചേർന്ന ഒരു സമ്മിശ്ര സംസ്കാരമാണ് നമ്മുടേത്. നിർഭാഗ്യവശാൽ അധികാരത്തിൻ്റെ ഗോപുരങ്ങളിലോ അതിൻ്റെ ഏണിപ്പടികളിലോ എത്തിക്കഴിയുമ്പോൾ ഭരിക്കാൻ വരുന്നവർ ഇതൊക്കെ അങ്ങ് മറക്കുകയാണ്. ഏതു നീചപ്രവൃത്തിയും അധികാരത്തെ ഉറപ്പിക്കുന്നതിൻ്റെ മരുന്നായി അവർ കാണുകയാണ്. അത് ക്രൂരമാണ്. അധികാരം എന്തും ചെയ്യാൻ ഉള്ളതാണ് എന്നവർ തെറ്റിദ്ധരിക്കുകയാണ്. അത് വ്യാപകമാവുകയാണ്. മദ്രാസിലെ 1045 മനുഷ്യ ജീവൻ അപഹരിക്കുകയും അനവധി ആളുകൾക്ക് വലിയ പരിക്ക് സംഭാവന ചെയ്യുകയും ഒട്ടേറെ ആളുകൾക്ക് ജീവിതത്തിൽ ഒടുങ്ങാത്ത ക്ലേശം വിളമ്പുകയും ചെയ്ത ആ ദുരന്തത്തിൻ്റെ കാര്യകാരണ സഹിത പഠനത്തിന് CBI നിയോഗിച്ചത് സുപ്രീം കോടതി ചെയ്ത ഔചിത്യങ്ങളിൽ ഒന്നാണ്. അവിടെ ഒരു സംസ്ഥാന ഗവൺമെൻറ് തോറ്റിട്ടില്ല, ഒരു ഗവൺമെൻറ്റും തോറ്റിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ അങ്ങനെ അന്വേഷിക്കുന്നതാണ് ഔചിത്യം. ആ ഔചിത്യത്തെ ബഹുമാനിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ സാധ്യമല്ല. കേരളത്തിൽ ഇപ്പോൾ അങ്ങുമിങ്ങും നടക്കുന്ന ഒരു കൊച്ചു വർത്തമാനം ഒരുപക്ഷെ നാട്ടുകാരുടെ ശ്രദ്ധയിൽ നിന്ന് മറഞ്ഞിട്ടില്ല. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി നിയമസഭയിൽ ഒരു റവന്യൂ നിയമ പരിഷ്കാരം അവതരിപ്പിച്ചിരിക്കുന്നു. വളരെ വിപ്ലവാത്മകമായ ഒരു പരിഷ്കാരം ശ്രീമതി ഗൗരിയമ്മ, ബഹുമാന്യായ ഗൗരിയമ്മ 1957 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അവതരിപ്പിക്കുകയും അത് അംഗീകരിക്കപ്പെടുകയും പിന്നീട് അത് പരിഷ്കരിക്കുകയും ഒക്കെ ചെയ്ത് നമുക്ക് ഓർമ്മയുണ്ട്. ശ്രീ രാജൻ സാമാന്യന മാന്യത പുലർത്തി പെരുമാറുന്ന ഒരു മന്ത്രിയാണ്. അങ്ങനെ അല്ലാത്ത മന്ത്രിമാരുണ്ടെന്ന് ഞാൻ പറയുകയല്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തതാണോ, ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെയും മറികടന്ന് തയ്യാറാക്കി കൊണ്ടുവച്ച നോട്ടാണോ, പാർട്ടി വേണ്ടവണ്ണം പഠിക്കാതെ എടുത്ത തീരുമാനമാണോ, LDF ചർച്ച ചെയ്യാത്ത തീരുമാനമാണോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെയൊക്കെയാണ് സാധാരണ ഒരു ബില്ലും നിയമവും ഒക്കെ വരുമ്പോൾ പാർട്ടികൾ ചർച്ച ചെയ്യാറുള്ളത്. ഇവിടെ എന്താണ് വിഷയം? ഇപ്പോൾ ഭൂമി റീസർവേ ആരംഭിച്ചിരിക്കുകയാണ്, ഒരു പുനർ സർവേ ആരംഭിച്ചിരിക്കുകയാണ്. നല്ല കാര്യം, സാമാന്യ നല്ല കാര്യം. നല്ല കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ ഫലം അനുഭവത്തിൽ എങ്ങനെ വരുന്നു എന്ന് അറിഞ്ഞിട്ടാണ് നല്ല കാര്യമോ ചീത്തക്കാര്യമോ എന്ന് പറയേണ്ടത്. കേരളത്തിലല്ല, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നിയമമാണ് ഭൂനിയമവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജന്മിക്കെതിരെ, മുതലാളിക്കെതിരെ, പുരോഹിതനെതിരെ, രാജാധികാരത്തിനെതിരെയൊക്കെ ഒരുപാട് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം സംസാരിച്ചവരാണ്. അവർ ബില്ലൊക്കെ അവതരിപ്പിച്ചു. ജന്മി കുടിയാൻ ബന്ധങ്ങൾ മാറ്റി എഴുതി എന്നൊക്കെയാണ് അവർ പറയുന്നത്. മാറ്റി ആർക്ക് എഴുതിയെന്ന് പറഞ്ഞിട്ടില്ല. ഭൂനിയമം വന്നപ്പോൾ തോട്ടമാക്കാനുള്ള ഭൂമി വിട്ടുകിട്ടി. ആർക്ക്? കോടീശ്വരന്മാർക്ക്. റബ്ബർ തോട്ടങ്ങൾ റിലീസ് ചെയ്തു, അതൊക്കെ എക്സെപ്റ്റ് ചെയ്തു ഭൂനിയമത്തിൽ നിന്ന്. കശുമാൻ തോട്ടങ്ങൾ ചെയ്തില്ല, വേണ്ട പോലെ ചെയ്തില്ല. കേരളമാണ് ഈ സംസ്ഥാനമെങ്കിലും നാളികേര തോപ്പുകൾ അതിൽ നിന്ന് വിട്ടില്ല. അവർക്ക് രക്ഷപ്പെടാൻ ഒത്തില്ല. അതിപ്രധാനമായൊരു കാർഷിക മേഖലയാണ് മരച്ചീനി, കപ്പകൃഷി. ആ മേഖലയെ ഗൗനിച്ചില്ല. അതൊക്കെ ദാരിദ്ര്യത്തെ നമ്മുടെ നാട്ടിൽ നിന്ന് അകറ്റിയ വലിയ സേവനം ചെയ്ത ഒരു മേഖലയാണ്. അതൊക്കെ നിസ്സാരമായി കളഞ്ഞു. പോട്ടെ, അതൊക്കെ കൊച്ചു കാര്യങ്ങൾ അഥവാ വലിയ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമാകുന്നില്ല. ഇപ്പോൾ
ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പുതിയ നിയമം ബില്ല് അത് സെലക്ട് കമ്മിറ്റിക്കോ അതുപോലെയുള്ള പരിശോധനാ സമിതികൾക്കും ഒക്കെ വിട്ടിരിക്കുന്നു എന്നാണ് ഞാൻ പത്രത്തിലൂടെ വായിച്ചറിഞ്ഞത്. ഭൂമി അളക്കുമ്പോൾ കൈവശക്കാരൻ്റെ കയ്യിൽ അവരുടേതല്ലാത്തതും അധികമായി ഉള്ളതും അത് ഏത് അയൽക്കാരൻ പാവപ്പെട്ടതിൻ്റെതാണെങ്കിലും അത് അവർക്ക് പതിച്ചു കൊടുക്കുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു അധികാരം ഒരു മന്ത്രിക്ക് ഉപയോഗിക്കാമോ ജനാധിപത്യത്തിൽ? ആയിരക്കണക്കിന് പാവപ്പെട്ടവൻ്റെ 10 സെൻറ്റും 15 സെൻറ്റും 20 സെൻറ്റും 25 സെൻറ്റും കരപ്രമാണിമാരും കയ്യൂക്കുള്ളവരുമൊക്കെ കയ്യേറി വച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ നമ്മുടെ സിവിൽ കോടതികളിൽ നടക്കുന്നുണ്ട്. ഇതൊന്നും വകവയ്ക്കാതെ, ഇത് മാത്രമല്ല, 10,000-കണക്കിന് കേരളത്തിലെ ആരാധനാലയങ്ങളുടെ ഭൂമി അനവധി മിടുക്കന്മാർ കയ്യേറി വച്ചിട്ടുണ്ട്. അപ്പോൾ അളവിൽ കൂടുതലുള്ള ഭൂമി കൈവശക്കാരന് പതിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആരാധനാലയങ്ങളിൽ അവരുടെ ഭൂമി ഇതോടെ ശാശ്വതമായി അവർക്ക് നഷ്ടപ്പെടുന്നു എന്നാണ് അർത്ഥം. ഈ ഭൂമി കൈവശം വച്ചിരിക്കുന്ന ആരാണ്? വളഞ്ഞു വച്ചിരിക്കുന്ന ആരാണ്? കയ്യൂക്കുള്ളവൻ, ആസ്വാധീനമുള്ളവൻ, അല്പം രാഷ്ട്രീയ സ്വാധീനമുള്ളവൻ, കുറച്ച് നാട്ടുപ്രമാണി, കുറച്ചൊക്കെ ആള് സംഘടിപ്പിച്ച് അട്ടഹാസം ഉണ്ടാക്കാൻ കഴിയുന്നവൻ. ഈ തമ്പുരാന്മാരുടെ കയ്യിലാണ് ഈ ഭൂമി കയ്യേറ്റം നടന്നിട്ടുള്ളത്. ആരുടെ ഭൂമി? ജനങ്ങൾ അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഒരു കാലത്ത് അവരുടെ ഭൂമിയിൽ നിന്ന് 5ഉം 10ഉം സെൻറ്റ് വീതം കൂട്ടിച്ചേർത്ത് 5 ഏക്കർ, 10 ഏക്കർ, 8 ഏക്കർ, 2 ഏക്കർ, 4 ഏക്കർ, 3 ഏക്കർ, 1 ഏക്കർ ഇങ്ങനെയൊക്കെ പല ആരാധനാലയങ്ങളുടെയും സൗകര്യങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുത്തത്. അത് ജനങ്ങളുടെ ആവശ്യത്തിന് വിട്ടുകൊടുത്തതാണ്. അന്ന് മൺകശാലകൾ, മൺമതിലുകൾ ഒക്കെ കെട്ടി നന്നായിട്ട് വിട്ടുകൊടുത്താണ്. കാലക്രമേണ മഴ വന്നപ്പോൾ, കാറ്റ് വന്നപ്പോൾ പല മതിലുകളും പൊളിഞ്ഞു വീണല്ലോ. നമ്മുടെ രാജ്യത്ത് മതിൽ പൊളിപ്പാണ് ഏറ്റവും വലിയ കാര്യം നടന്നത്. ഇതോടെ അടുത്ത പര്യടനത്തിൽ നിന്ന് പറഞ്ഞു, വിഷമിക്കേണ്ട, നിന്റെ ആവശ്യത ഞാൻ മാറ്റിത്തരാം. 50 അടി വീതി, 200 അടി നീളം ഒരാൾ കയ്യേറി, വേറൊരാൾ 50 അടി നീളം 25 അടി വീതി കയ്യേറി, വേറൊരാൾ 40 അടി നീളം 30 അടി നീളം കയ്യേറി. ഇങ്ങനെ ആരാധനാലയങ്ങളുടെ ഭൂമി മുഴുവൻ പലരായി കയ്യേറി. ആരാധനാലയങ്ങൾ സമൂഹത്തിൻ്റെയാണ്. ഡയറ്റി ഈസ് ആൻ ഇൻഡിവിജ്വൽ അക്കോർഡിംഗ് ടു ലോ. അതൊക്കെ അറിയുന്നയാളാണ് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി. മാത്രമല്ല, ഇതങ്ങ് പതിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഇനി കേരളത്തിൽ 1 ഇഞ്ച് സർക്കാർ ഭൂമി വേറെ വേണ്ടെന്നാണോ? പൊതു ആവശ്യങ്ങൾക്ക് എടുക്കാനും ഉപയോഗിക്കാനുമുള്ള 1 ഇഞ്ച് ഭൂമി കേരളത്തിൽ ബാക്കി കിടക്കരുത് എന്നാണോ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം? കേരളത്തിലെ ബഹുമാനപ്പെട്ട നിയമസഭാ സാമാജികർ, ആദരണീയനായ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ കാര്യം ശ്രദ്ധയോടെ നോക്കി ഈ അന്യായമായ, അക്രമാധിഷ്ഠിതമായ, അതിക്രൂരമായ ഒരു ഒഫീഷ്യൽ കയ്യേറ്റമാണ് ഈ ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത്. ക്രൂരമായ ഈ ബില്ലുണ്ടല്ലോ, ഏതോ യജമാനന്മാർക്ക് വേണ്ടിയുള്ള ഒരു സേവയാണ്. കയ്യേറ്റ തമ്പുരാന്മാർക്ക് വേണ്ടിയുള്ള സേവയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയം ഒന്ന് ദയവായി പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വിനയത്തോടെ ഇതൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ അന്തർധാര ജനങ്ങൾക്ക് ഐശ്വര്യം നേർന്നുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്. Jai Hind TV, for the family, for the nation. പുതിയ ചിത്രങ്ങളുടെ പുത്തൻ വിശേഷങ്ങളുമായി മൂവി കാഫിയിലേക്ക് സ്വാഗതം.
24 വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ നായകനായെത്തിയ രാവണപ്രഭു വീണ്ടും റിലീസിനായി ഒരുങ്ങി കഴിഞ്ഞു. മംഗലശ്ശേരിയിൽ അമ്മ തനിച്ചാണ്. ആ മണ്ണ് തിരിച്ചു കിട്ടണം. ആരുടെ കയ്യിൽ നിന്നായാലും ഞാൻ തിരിച്ചു വാങ്ങും. അവൻ എന്ത് ഭാവിച്ചാലും നടക്കും. മോഹൻലാലിനെ നായകനാക്കി രഞ്ജിത്ത് രചനയും സംവിധാനവും നിർവഹിച്ച് 2001 പുറത്തെത്തിയ രാവണപ്രഭു റിലീസിന് ഒരുങ്ങുന്നു എന്ന വാർത്ത വലിയ ആവേശത്തോടെയാണ് ആരാധകർ ഒന്നടങ്കം സ്വീകരിച്ചത്. 4K ഡോൾബി അറ്റ്മോസ് ദൃശ്യ ശ്രവ്യ മികവിലാണ് റീമാസ്റ്റർ ചെയ്യപ്പെട്ടാണ് ഈ ചിത്രം വീണ്ടും എത്തുന്നത്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ പുത്തൻ റിലീസ് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇത് അയാളുടെ കാലമല്ലേ, ഇതെങ്ങനെ തുടരും എന്നാണ് പോസ്റ്ററിന്റെ തലക്കെട്ട്. ഒക്ടോബർ 10 ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. മലയാളത്തിലെ റിലീസുകളിൽ തിയേറ്ററിൽ ഏറ്റവും ഓളം സൃഷ്ടിച്ച ചിത്രമായിരുന്നു ചോട്ടാ മുംബൈ. ചോട്ടാ മുംബൈക്ക് പിന്നാലെ മലയാളത്തിൽ നിന്ന് എത്തുന്ന റിലീസാണ് രാവണപ്രഭു. ചോട്ടാ മുംബൈ കൂടാതെ മോഹൻലാലിന്റെ മറ്റ് 3 ചിത്രങ്ങൾ ഇതിനകം റിലീസായി തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട്. അതിൽ സ്ഫടികമാണ് സമീപ വർഷങ്ങളിലെ റിലീസ് ട്രെൻഡിൽ മലയാളത്തിൽ നിന്ന് ആദ്യം എത്തിയത്. പിന്നാലെ ദേവദൂതനും മണിച്ചിത്രത്താഴും എത്തി. ഉദയനാന താരം എന്ന ചിത്രവും ഇത്തരത്തിൽ റിലീസിനായി ഒരുങ്ങുന്നുണ്ട്. ഋഷഭ് ഷെട്ടി എഴുതി സംവിധാനം ചെയ്ത ഹിറ്റ് ചിത്രമാണ് കാന്താര. 125 കോടി മുടക്കി എടുത്ത ഈ ചിത്രം 300 കോടി കളക്ഷൻ നേടി ഇപ്പോൾ വിജയകരമായി പ്രദർശനം തുടരുന്നു. കാന്താര സിനിമയിൽ ഋഷഭ് ഷെട്ടിയെ കൂടാതെ രുക്മിണി വസന്ത്, ഗുൽഷൻ ദേവയ്യ, ജയറാം, പ്രമോദ് ഷെട്ടി എന്നിവരും മുഖ്യവേഷത്തിൽ ഈ ചിത്രത്തിൽ എത്തുന്നു.
സജിൻ ബാബു സംവിധാനം ചെയ്ത് റിമ കല്ലിങ്കൽ നായികയെത്തുന്ന തിയേറ്റർ ദി മിത്ത് ഓഫ് റിയാലിറ്റിയുടെ ടീസർ പുറത്തിറങ്ങി. നിനക്കൂടെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന ഈ ചിത്രത്തിന്റെ കഥ നിർവഹിച്ചിരിക്കുന്ന സജിൻ ബാബു തന്നെയാണ്. ഇതിന്റെ ക്യാമറ ശ്യാമപ്രകാശാണ്. ഇതിന്റെ എഡിറ്റിംഗ് ശ്രീ അപ്പു ഭട്ടാതിരിയാണ്. ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് അഞ്ജന ഫിലിപ്പും ഫിലിപ്പ് സക്രിയുമാണ്. അവക്ക് എന്തോ ദോഷം പറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ ഓരോ അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടി അവന്റെ ജീവൻ വെച്ച് കളിക്കരുത്. സോഷ്യൽ മീഡിയയുടെ സ്ട്രെങ്ത് തന്നെ അറിയാത്തുന്നുണ്ട്. നമുക്ക് തുരുത്തിലോട്ട് പോകണം. അവിടെ പോയി പച്ചിലകൾ കണ്ടുപിടിച്ച് അരച്ചു തേച്ചാലേ ഇത് മാറൂ. നാഗങ്ങൾ ജീവിച്ചിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്ന ദൈവങ്ങളാണ്. അവരോട് കളിക്കരുത്. ശ്രീ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ മമ്മൂട്ടി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന പാട്രിയോട്ടിന്റെ ടീസർ പുറത്തിറങ്ങി. അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന ഈ ചിത്രത്തിൽ മോഹൻലാലിനെയും മമ്മൂട്ടിയും കൂടാതെ ഒരുപാട് താരങ്ങളും ഈ ചിത്രത്തിൽ വരുന്നുണ്ട്. ഈ ചിത്രത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് ആൻഡോ ജോസഫും KG അനിൽകുമാറുമാണ്. ഇതിന്റെ ക്യാമറ നിർവഹിച്ചിരിക്കുന്നത് മാനുഷ് നന്ദനാണ്. ഇതിന്റെ സംഗീതം സുഷിൻ ശ്യാമാണ്. മൊത്തം 3 പേരുണ്ട്. സാറിനെ തടുക്കാൻ കഴിയൂ? സ്റ്റുഡന്റ് ലാപ്ടോപ്പ് സ്കീമിലെ ഈ പ്രോഗ്രാം ഇസ് ദാറ്റ് സിമിലർ ടു പെരിസ്കോപ്പ്? ഈ പ്രോഗ്രാം അവരെ സീക്രട്ട്ലി വാച്ച് ചെയ്യുന്നുണ്ട്. അവർ വീണ്ടും ഒന്നിച്ചാൽ എന്താവും ഇഗ്നിഷൻ അറിയാം. ബ്ലാസ്റ്റ്. Tell him to complete the sentence. Great Indian traitor or patriot? Fresh Beats, co-powered by Malabar Fair Price Promise. Fair making charges for everyone, every day and everywhere. ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത് ഷംല ഹംസ, കുമാർ സുനിൽ എന്നിവർ മുഖ്യവേഷത്തിലെത്തുന്ന ഫെമിനിറ്റി ഫാത്തിമ പ്രദർശനത്തിന് എത്തി. എന്താണ് മോനെ ഇത്ര ഷീറ്റ് വിരിച്ചിട്ട് എനിക്ക് ഇതിൽ തന്നെ ഒഴിക്കാൻ കണ്ടുള്ളൂ? പുതിയ ബെഡ് മൂത്രം തട്ടിക്കാണ്ട് കൊണ്ടുനടക്കായിരുന്നു. ഇതിന്റെ മണഞ്ഞി പോവൂല്ല. ദൈനംദിന ജീവിത സാഹചര്യങ്ങളിലൂടെ വ്യക്തമായും സരസമായും അവതരിപ്പിക്കുകയാണ് ഫെമിനിറ്റി ഫാത്തിമ. വീട്ടമ്മയായ ഫാത്തിമ
ഒരു കിടക്ക കൊണ്ടുണ്ടാക്കുന്ന കിടക്കപ്രതി കൊണ്ട് ഫെമിനിച്ചിയാവുകയാണ്. പൊന്നാനിയുടെ തീരദേശ മേഖലയിലാണ് കഥ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സാമൂഹിക പശ്ചാത്തലം ഒരു മുസ്ലിം കുടുംബമാണെങ്കിൽ കൂടി കൂടുതൽ വ്യാപ്തിയോടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് സിനിമ സംസാരിക്കുന്നത്. 2024 മികച്ച സിനിമയ്ക്കുള്ള 48ാമത് കേരള ഫിലിം ക്രിട്ടിക് അവാർഡിൽ മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം സ്വന്തമാക്കി വിമിച്ച ഫാത്തിമ. വേഫെയർ ഫിലിംസ് ആണ് ഈ ചിത്രം ഇപ്പോൾ തിയേറ്ററിലേക്ക് എത്തിച്ചത്. ഈ ബഡ് കടന്നവരൊക്കെ മയ്യത്തയക്കണം. കോയക്ക മാത്രമേ കിടക്കാത്തുള്ളൂ. മൂപ്പര് കഴിച്ചിലാവും ചെയ്തിരിക്കണം. ഇപ്പോഴും നാടന്നു പോകണ്ട കോയക്ക അവിടെ നിന്ന് പീഡിയിരിക്കണം. നിങ്ങളാണ് അവളെ കുണ്ടിലും കുയിലും കൊണ്ടുവരുന്നത്. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ആ ബെഡ് ഒഴിവാക്കിയത്. ഇപ്പൊ എന്റെ പൈസക്ക് ഒരു ബെഡ് വാങ്ങാൻ പറ്റൂല. ഞാനേ ഈ പള്ളിയിൽ ഉസ്താദാ. ഈ നാട്ടുകാർക്ക് മുഴുവൻ ഇൽമു പറഞ്ഞു കൊടുക്കണ ആള്. ആ ഇന്റെ വരെ തന്നെ ഞാൻ പറഞ്ഞത് കേൾക്കൂലെങ്കിൽ ഞാൻ പറഞ്ഞത് നാട്ടിൽ കേൾക്കൂല. മനസ്സിലായി എനിക്ക്? എന്ത് ഫെമിനിച്ചി? അപ്പൊ ഫാത്തിമാൻ ഉറക്കം ചരിത്രത്തിന്റെ ഒപ്പം. ധ്യാൻ ശ്രീനിവാസൻ മുഖ്യവേഷത്തിലെത്തുന്ന ID ദി ഫേക്കിന്റെ ടീസർ പുറത്തിറങ്ങി. ഫോണെടുത്ത കളിക്കല്ലേ അത് സാറേ ഇങ്ങോട്ട് എടുത്തു തന്നരാ. നിന്റെ കൂടെ എനിക്ക് അറിഞ്ഞൂടെ. ധ്യാൻ ശ്രീനിവാസനെ കൂടാതെ ദിവ്യ പിള്ള, ഇന്ദ്രൻസ് എന്നിവർ ഈ ചിത്രത്തിൽ മുഖ്യവേഷത്തിൽ എത്തുന്നു. അരുൺ ശിവവിലാസമാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന ഈ ചിത്രം ഉടൻ തന്നെ പ്രദർശനത്തിന് എത്തും. ഈ വീട്ടിൽ പുട്ടി നമുക്കൊരു മോചനമില്ലേ മോളെ? എന്നാലേ എനിക്കൊരു ബുട്ട മേടിച്ചു. സ്ത്രീകളിൽ വർദ്ധിച്ചു വരുന്ന മദ്യാസക്തിയും പരിഹാരം. എന്താ പരിഹാരം? ഒന്നുമില്ല, അതുപോലെ തോന്നുന്നവരൊന്നടിക്കാം. ഡബിൾ ഓക്കെ. இன்செட் வீடியோஸுக்கு இருக்கிற மார்க்கெட்டே வேற. அது எந்த மாதிரி பசங்களா தான் செய்ய முடியும்? பாரு சாரே, என்ன காரியம்? ഇത് ഓനായി പോയില്ലേ? ഒന്നേ ഉള്ളൂ. എനിക്കും എന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. സെക്സ് അത് ഒളിച്ചു വെക്കേണ്ട ഒന്നാണ്. നമ്മുടെ സൊസൈറ്റി കരുന്നിടത്തോളം കാലം നമ്മുടെ ബിസിനസ് സ്മൂത്തായിട്ട് നടക്കും. തിരയേ നോവലിഞ്ഞൊരീണമായി നീ മൗനം മഞ്ഞായി നോവിൻ ഇതളോരം മിഴിയോരം കണ്ണീരോ ഇതിലേ തിരയേ നോവലിഞ്ഞൊരീണമായി നീ ചാരുന്നു നീ വെഞ്ചാലകം തീരാതെ ഈ മണ്ണിൽ ചേരും ജന്മം പോരാതെ നിന്നിളം തൂവലായി ചേർന്നിടാമെന്നുമേ വിങ്ങുമാ നെഞ്ചിലെ ശ്വാസമായിടാം കൂടെയായെങ്കിലും ദൂരെയായി മാഞ്ഞുവോ നോവായി നീ പോകയോ മൗനം മഞ്ഞായി നോവിൻ ഇതളോരം മിഴിയോരം കണ്ണീരോ ഇതിലേ തിരയേ നോവലിഞ്ഞൊരീണമായി നീ
ഒരു കനൽ നീറുന്നൊരി എൻ നെഞ്ചിനെ കൊൽകിടുവാൻ കാതോർത്തു ഞാൻ. സെന്ന ഹെഗ്ഡെ സംവിധാനം ചെയ്ത അവിഹിതത്തിന്റെ ടീസർ പുറത്തിറങ്ങി. യമുനേച്ചി വേണോട്ടനില്ലേ? ആ ഉണ്ടല്ലോ, ഞാൻ അകത്തേക്ക് വന്ന്. യുവനടന്മാരായ ഉണ്ണി രാജ, രഞ്ജിത്ത് ഗംഗോൽ എന്നിവരാണ് ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. ചിത്രത്തിന്റെ തിരക്കഥ, സംഭാഷണം അംബരീഷ് കുളത്തറ, സെന്ന ഹെഗ്ഡെ എന്നിവർ ചേർന്നാണ് നിർവഹിച്ചിരിക്കുന്നത്. E4 എക്സ്പെരിമെന്റ്സ്, ഇമാജിൻ സിനിമാസ്, മാരുതി ടാക്കീസ് എന്നീ ബാനറിൽ മുകേഷ് ആർ മേത്ത, ഹാരിസ് ദേശം, PB അനീഷ്, CB സാരഥി, സെന്ന ഹെഗ്ഡെ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഛായാഗ്രഹണം ശ്രീരാജ് രവീന്ദ്രൻ, രമേശ് മാത്യൂസ്, ക്രിയേറ്റീവ് ഡയറക്ടർ ശ്രീരാജ് രവീന്ദ്രൻ, എഡിറ്റർ സനാസ് ശിവരാജ്, സംഗീതം ശ്രീരാജ് സജി. എന്നാലും ആരായിരിക്കും ആ മദാലസ? ഈ പെണ്ണുങ്ങളായാലും എപ്പോ ഒരു കണ്ണു വേണം, പെങ്ങളായാലും ഭാര്യ ആയാലും. ഇതെന്തെന്നാ മോളുടെ മുടിയല്ലോ ഇങ്ങനെ? നമ്മളെ തറവാട്ടില് ആർക്കും ഇങ്ങനത്തെ ഒരു മുടി ഉണ്ടായിട്ടില്ലപ്പാ. വരാൻ കൊറേ വൈകുവാ. ഞാൻ ദുബായിൽ മറ്റേ പോയിട്ട് ഒരു 4 കൊല്ലം കഴിഞ്ഞിട്ട് വാ. ഞാനെവിടെ കാത്തിക്ക. വിനോദ്, നിന്നിപ്പോ അങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലടാ. ആ കള്ളപ്പൂച്ചനെ ഞാൻ പിടിക്കുന്നുണ്ട്. കയ്യോടെ പിടിക്കാനാണ് പ്ലാൻ. നല്ല കേളി വെച്ച് പിടിക്കണം. നാട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് പിടിക്കണം. ഇതിൽ ബുദ്ധിമാനായിട്ടൊന്നും അഭിനയിക്കൊന്നും വേണ്ട. എനിക്ക് അത്രക്കൊന്നും ബുദ്ധിയില്ല. നീ പ്ലാൻ പറ. നമ്മളിപ്പോ ഇവിടെയുള്ളത് ഇളയപ്പന്റെ പേര്. ഇതാണ് കളിമുറി, കുളിമുറി. വളരെ സ്വാഭാവികമായിരിക്കണം പെരുമാറ്റം. നാച്ചുറൽ ആക്ടിങ്. പിടിച്ചാലോ അവന്റെ ശംഖുപുഷ്പത്തിനെ കൊണ്ട് 2 അലക്കലക്കണം. അതടാ, ഇത് അവിഹിതം തന്നെ. പ്രവീൺ കെ സംവിധാനം ചെയ്ത ആര്യൻ എന്ന സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങി. பொதுவா சீரியல் கில்லர்ஸ் அவங்களோட சைக்கலாஜிக்கல் கிராட்டிஃபிகேஷனுக்காக தான் கொலைகள் பண்ணுவாங்க. വിഷ്ണു വിശാൽ, ശ്രദ്ധ ശ്രീനാഥ് എന്നിവരാണ് ചിത്രത്തിലെ നായികമാരാകുന്നത്. ആര്യന്റെ നിർമ്മാതാവും വിഷ്ണു വിശാലാണ്. விக்டிமோட பேரை பப்ளிக்காக அனௌன்ஸ் பண்ணி சரியா 1 மணி நேரத்தில் கொலை நடக்குது. ஒரு நாளைக்கு லைஃப்ல இருக்கிற கடுப்புல தீக்க ஒரு ரியாக்ஷன், ஒரு 1 hour of fameனு கூட சொல்லலாம். வருஷம் ஒருத்தன் இங்கே வாழ்ந்த மாதிரியா தெரியுது. நம்ம இதெல்லாம் அவன் பார்க்கணும்னு நினச்சானோ அது மட்டும்தான் இப்போ பார்த்துட்ருக்கோம். So we have never faced anything like this before. He's constantly one step ahead of us. ഇന്ദ്രജിത്ത് സുകുമാരൻ നായകനായെത്തുന്ന ധീരത്തിന്റെ ടീസർ പുറത്തിറങ്ങി. കൊച്ചു കുഞ്ഞുങ്ങളുടെ കഴിവും അവരുടെ പ്രതിഭയൊക്കെ തെളിയിക്കാൻ പറ്റുന്ന ഒരു വലിയ വേദിയാണ് ജയ്ഹിന്ദ് TV ഒരുക്കിയിട്ടുള്ളത് ലിറ്റിൽ സ്റ്റാർസിലൂടെ. ലിറ്റിൽ സ്റ്റാർസിലൂടെ സ്റ്റാർ ആകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ അഭിലാഷങ്ങളും ഒക്കെ പൂർണ്ണയാൻ കിട്ടുന്ന വലിയൊരു വേദിയാണ് ജയ്ഹിന്ദ് TV ഒരുക്കുന്ന ലിറ്റിൽ സ്റ്റാർസ് എന്ന് പറയുന്ന വലിയൊരു ഫ്ലോർ. വയസ്സിനും 16 വയസ്സിനും ഇടയിലുള്ള പ്രതിഭകൾക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അവസരം ജയ്ഹിന്ദ് TV ഒരുക്കുന്നു. ബന്ധപ്പെടേണ്ട നമ്പർ 9947035409. ലിറ്റിൽ സ്റ്റാർസ്
Powered by ICL FinCorp Gold Loan, the intelligent choice. പ്രഭാസ് നായകനെത്തുന്ന ബ്രഹ്മാണ്ഡ ചിത്രമായ ദ രാജാ സാബിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. Now close your eyes. Take a deep breath. నీ బ్రెయిన్ నా కమాండ్స్ మాత్రమే ఫాలో అవుతుంది. കോരിത്തെരിപ്പിക്കുന്ന ബ്രഹ്മാണ്ഡ ദൃശ്യവിരുന്നായി പ്രഭാസിന്റെ ഹൊറർ ഫാന്റസി ചിത്രം രാജാ സാബിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന ട്രെയിലർ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. പേടിപ്പെടുത്തുന്നതും അത്ഭുതം നിറയ്ക്കുന്നതും രോമാഞ്ചമേകുന്നതുമായ ദൃശ്യങ്ങളാണ് ട്രെയിലർ എത്തിക്കുന്നത്. ഐതിഹ്യങ്ങളും മിത്തുകളും എൻഡ് ഓഫ് ദ സീ ത്രില്ലിംഗ് നിമിഷങ്ങളുമൊക്കെയാണ് റബർ സ്റ്റാർ പ്രഭാസിന്റെ പാൻ ഇന്ത്യൻ ഹൊറർ ഫാന്റസി ത്രില്ലർ രാജാ സാബ് പുറത്തുവിടുന്നത്. പ്രഭാസിന് പുറമെ സഞ്ജയ് ദത്ത്, ബൊമൻ ഇറാനി, സെറീന വഹാബ്, നിധി അഗർവാൾ, മാളവിക മോഹനൻ, ഋദ്ധി കുമാർ തുടങ്ങിയ നിരവധി താരങ്ങളാണ് ഈ ചിത്രത്തിൽ ഒരുമിക്കുന്നത്. റൊമാൻറ്റിക് കോമഡി ചിത്രമായ മഹാനുഭാവുഡു എന്നീ സിനിമകൾക്ക് ശേഷം മാരുതി തിരക്കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ദി രാജാ സാബ്. Suddenly climate change. Why? తాత అద్భుతాలు చూసి ఆనందించాలి. క్వశ్చన్ లేకుండా ఏదో గుర్తుండిపోయి పని చేయాలి. సంచలనం అయిపోవాలి. ఏంట్రా ఇలాంటి పని చేసాడు అందరూ షాక్ అయిపోవాలి. నా వల్ల కాదు. తల్లి దుర్గా నా మనవణ్ణి రక్షించు. ఆయన 4 మంత్రాలు చదువుకున్న మాయల పకీర్ కాదు. హీఈస్ ఎగ్జార్సిస్ట్, సైకియాట్రిస్ట్, హిప్నోటిస్ట్. బ్రెయిన్ తో గేమ్ ఆడుతున్నాడు. అయితే స్టార్ దొరికి తెలుసుకుందాం. స్టార్ టు స్టార్, స్టార్ వార్స్. It's impossible to face him. अभी देख लीजिए. ఏందిరా మీ బాధ? పొట్టులో చేయి పెడితే కొట్టడానికి నేను చీమనా? రాక్షసుణ్ణి. ഷറഫുദ്ദീൻ അഭിനയിച്ച പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന ചിത്രത്തിലെ ഗാനം നമുക്ക് മൂവി കഫേയിലൂടെ ആസ്വദിക്കാം. തരളിതയാമം മധുമയഗാനം ഇന്ദ്രിയങ്ങൾ അഞ്ചി നിൽക്കും. പഞ്ചുകങ്ങളിൽ ഇന്ദ്രജാലമോ, നെഞ്ചകങ്ങളിൽ പഞ്ചവാദ്യമോ, അന്തരംഗ ബന്ധരംഗമായി വാ 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 വാ.
സത്യം. കഞ്ചുകങ്ങളിൽ ഇന്ദ്രജാലമോ അന്തരംഗ വന്തരംഗമായി വാ 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 വാ. നല്ല പാട്ട്. എന്ന് മുതലാ നീ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ തുടങ്ങിയ? അതെ രജത്തിന്റെ അമ്മേ, ഞാൻ പുറമെ വേണുനാഗവള്ളിയാണെങ്കിലും ഉള്ളിൽ മൈക്കിൾ ജാക്സൺ ആണ് അമ്മേ. ഇവിടെ വേണ്ട, വീട്ടിൽ പോയി കളിച്ചാൽ മതി. ചെല്ല്, തള ചാവുക. അവൻ്റെ ഒരു പാട്ടും കൂട്ടും. പുതിയ ചിത്രങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന മൂവി കഫേയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു കിടിലൻ എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ. Jai Hind TV, for the family, for the nation. നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും കോമഡി പഞ്ചിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2002 ഷാഫിയുടെ സംവിധാനത്തിൽ ദിലീപ്, നവ്യ നായർ, കുഞ്ചാക്കോ ബോബൻ എന്നിവർ മുഖ്യ വേഷത്തിലെത്തിയ ഹിറ്റ് ചിത്രമായിരുന്നു കല്യാണരാമൻ. അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു ചിത്രം കൂടിയായിരുന്നു ഈ ചിത്രം. ഇതിലും ഒരുപാട് ചിരിക്കാനുള്ള മുഹൂർത്തങ്ങളാണ് ഇതിൻ്റെ പ്രിയ സംവിധായകൻ ഷാഫി നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ഒരു കല്യാണ വീടിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നവ്യ നായരുടെ വീട്ടിലാണ് ഈ ആഘോഷങ്ങൾ നടക്കുന്നത്. അവിടുത്തെ പാചകവും മറ്റു കാര്യങ്ങളും നോക്കുന്ന ചുമതലയുടെ ഭാഗമായിട്ടാണ് ദിലീപും കൂട്ടരും ആ വീട്ടിലെത്തുന്നത്. അതോടുകൂടിയാണ് ഈ കഥ ആരംഭിക്കുന്നത്. അവിടെ നടക്കുന്ന ചില തമാശകളാണ് ഈ ചിത്രത്തിൻ്റെ പ്രധാന കോമഡി എന്ന് പറയുന്നത്. സഹൃദയരെ, ഞാനിവിടെ അവതരിപ്പിക്കുന്നത് കേവലം ചീപ്പായ നൃത്തച്ചുവടുകളല്ല. നമ്മുടെ ഇതിഹാസമായ രാമായണത്തിൽ നിന്നും ചീന്തിയെടുത്ത അവിസ്മരണീയമായ ഒരേട്, ഹനുമാന്റെ ലങ്കാ ദഹനം. എല്ലാം റെഡിയല്ലേ? മുഴുവൻ പപ്പടം ഒട്ടിച്ച് തീർന്നു. സാരമില്ല, നമുക്ക് ആവശ്യം കഴിഞ്ഞ് ഇതിനടുത്ത് വറക്കാം. ഇത് കണ്ട് എല്ലാവരും ഞെട്ടണം. അയ്യേ, ഒറ്റ ചവിട്ടോട്ടിയുണ്ടല്ലോ. നിന്റെ ഫേസ് കണ്ട ഫ്രണ്ടും ബാക്കും മാറിപ്പോകും. ബണ്ണവിടെ ഇന്നാ കേറ്റി കേറ്റി കുത്തി കേറ്റി. ബാക്കിയുള്ള കുറച്ച് മൂക്കിലും വെക്ക്, ശ്വാസം മുട്ടി ചാകട്ടെ. അയ്യോ, എന്നാ അച്ഛാ, ദേ ഉണ്ണി വന്നു. അച്ചു വന്നേ. ഞങ്ങള് തലകുത്തിയ പാട്ടൊക്കെ ഉണ്ടോ? അങ്ങനെ കണ്ടിട്ട് ഇപ്പൊ ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ടല്ലേ? സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അയ്യോ, ഏതാ കുരങ്ങൻ? കൊരങ്ങനല്ല, ഹനുമാനാ. മണവാളച്ചെറുക്കന്റെ അനിയനാ. എന്റെ അമ്മേ, ഇനി ചെറുക്കനെ ഇതേപോലെ തന്നെയാണോ? ഏയ്, ചെറുക്കം എടുക്കനാ. 1990 പ്രിയ സംവിധായകൻ പ്രിയദർശൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ, ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഹിറ്റ് ചിത്രമായിരുന്നു അക്കരെ അക്കരെ അക്കരെ. നാടോടിക്കാറ്റ്
പട്ടണപ്രവേശം എന്ന ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷമാണ് പ്രിയദർശൻ ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോമഡിക്ക് ഒട്ടും കുറവുമില്ല. ഇതിന് ഒരുപാട് ചിരിക്കാനുള്ള മുഹൂർത്തങ്ങളാണ് ഇതിൻ്റെ പ്രിയ സംവിധായകൻ പ്രിയദർശൻ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ഇവർ അമേരിക്കയിൽ എത്തുകയാണ് ഒരു കുറ്റാന്വേഷണവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഒരുപാട് സോപ്പിട്ടിട്ടാണ് മോഹൻലാലിനെ ഒരുപാട് സോപ്പിട്ടിട്ടാണ് എങ്ങനെയെങ്കിലും ശ്രീനിവാസൻ ഈ അമേരിക്കയിൽ എത്തുന്നത്. സത്യത്തിൽ ശ്രീനിവാസൻ്റെ ലക്ഷ്യം കുറ്റാന്വേഷണമൊന്നുമല്ല, എങ്ങനെയെങ്കിലും അമേരിക്കയിൽ അടിച്ചു പൊളിക്കുക എന്ന് മാത്രമാണ്. അവസാനം ഇവർ തീരുമാനിക്കുകയാണ് എങ്ങനെയെങ്കിലും ആ കള്ളനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് കുറേ ബഹുമതിയും എന്തായാലും ഈ ഒരു സ്ഥാനക്കയറ്റമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എങ്ങനെ നേടിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു കുറ്റവാളിയുടെ ഒരു ഷർട്ടിൻ്റെ ഒരു ചെറിയ പാർട്ട് മാത്രമേ അവർക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇവർ മണ്ടന്മാരാണ് മൊത്തത്തിൽ ആ സിനിമ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ആ കറുത്ത തുണി അന്വേഷിച്ചുകൊണ്ട് ഇവർ വേഷം മാറി നടക്കുന്നൊരു സീനുണ്ട്. അതായത് നീഗ്രയുടെ വേഷം കെട്ടിയിട്ട് മോഹൻലാലും ഈ ശ്രീനിവാസനും കൂടി KPC ലളിതയുടെ വീട്ടിലേക്ക് പോകുന്നൊരു സീനുണ്ട്. എങ്ങനെയുണ്ട് എന്റെ മേക്കപ്പ്? ഒരാളും തിരിച്ചറിയില്ല, അസലായിട്ടുണ്ട്. ഞാൻ എങ്ങനെയുണ്ട്? നീ സാധാരണ കാണുന്ന പോലെ തന്നെ വലിയ മാറ്റമൊന്നുമില്ല. ഇത് തന്നെയാണോ വീട്? അതെ. എവിടെയാ കയറിയ തുണി? എവിടെ? നമ്മളിപ്പോ നീഗ്രോകളാണ്, അലക്കുകാരാണ്. വീടുകളിൽ നിന്ന് അലക്കാനുള്ള തുണി കളക്ട് ചെയ്യാൻ ഈ വണ്ടിയുമായിട്ട് വന്നിരിക്കുകയാണ്. നീ അബദ്ധമൊന്നും കാണിക്കരുത്. എന്താ അബദ്ധം? ഞാൻ മേനോന്റെ ഭാര്യയായിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ഇടക്കേറി ഒന്നും പറയരുത്. ഈ തുണിയുടെ ബാക്കി തുണി അവിടെ നിന്ന് കെട്ടിക്കഴിഞ്ഞാൽ ഒന്നാന്തരം തെളിവായി. കമാൻ. What do you want? We want clothes. What? We want your clothes. What do you mean? We Negroes. Cloth washing, laundry, Negroes. Shut up. I talking English. Shut your bloody mouth, I say. No washing, no clothes. Please, madam, you should help us. Give us any clothes. We will give you concession and you will get your clothes cleanly washed. We have already given to the laundry. No clothes here. Please, madam, go and check it. Let it be a torn cloth, black one, a black torn shirt inside. What the hell are you talking? He talking to English. I have seen you somewhere. Eh? No, madam. We are Negroes, see? We are original Negroes. Black Negroes. Please, madam, give us clothes. Don't you understand? We have already given the clothes to the laundry. മനസ്സിലായടാ? Okay, madam, could you please tell me where the laundry shop is so that we can go and collect the clothes from there? Yes. Why? Madam, somehow we want to wash your clothes. We'll do it freely because we like Indians. All Indians are our brothers and sisters. Okay, where is the shop? Okay. Go straight, turn right, the first one. Oh, thank you very much, madam. Come on. അപ്പൊ തുണി? അയ്യോ മലയാളിയാണോ? May I help you? May I help you? What? Yes, this gentleman will help you. Give this man an opportunity to prove his workmanship. I don't understand. Does he need a job? Yeah, that's right. No vacancy here. Oh, no. Please, sir. And you don't have to pay him a penny. It is free service. The laundry where he was working is closed and this gentleman was sitting idle for the past 1 week and is so sad and fed up. And you don't have to pay him any money. And you know something, sir? If you have got any torn clothes, just give it to him. He has got a marvelous way of making the clothes all right. I guess. Is it? Yeah. That's fine. Yeah, that's very fine. Give him all torn clothes and no wages. That's excellent. Thank Proceed. Okay. ചെന്ന് കംപ്ലീറ്റ് കീറിയ തുണികളും പരിശോധിക്കണം. അപ്പൊ നീ ഇവിടെ കാണില്ലേ? ഞാൻ മേനോന്റെ വീട്ടിനടുത്തുള്ള മേനോന്റെ പേര് പറയല്ലേ? സോറി, ഞാൻ മേനോന്റെ വീട്ടിനടുത്തുള്ള എല്ലാ ആശുപത്രികളിലും പോയി ഒരു പരിശോധന നടത്താം. മേനോന്റെ മുതുകിന് താഴെ ഒരു മുറിവുണ്ടല്ലോ, അതിന്റെ ചികിത്സക്കായി അയാൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കിടന്ന് കാണുമല്ലോ. അതിന്റെ രേഖകൾ കണ്ടെത്തിയാൽ നമുക്കത് ഭയങ്കര തെളിവാണ്. അപ്പൊ ഒരു കാര്യം കൂടി ചെയ്യേ, കംപ്ലീറ്റ് മെഡിക്കൽ ഷോപ്പുകളൊന്ന് ചെക്ക് ചെയ്യേ.
എന്തിന്? അയാൾ മരുന്ന് വാങ്ങിച്ച തെളിവും വളരെ നല്ലതാണ്. ഓ, ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ഓക്കേ, വിഷ് ഓൾ സക്സസ്. ഓക്കേ, താങ്ക് യു സർ. What the hell's going on here, idiot? What did you do with the machine? You stupid idiot! I'll kill you! മലയാളത്തിന് ഈണച്ചേലിന്റെ മനോഹാരിത പകർന്ന പാട്ടുകളുടെ പിന്നണിയിലേക്ക് ഒരു നേർക്കാഴ്ച. ചായപ്പാനി തേടലയാ റോട്ടരുകെ കണ്ണാടി കവിളത്ത് പാക്യത്തിൻ മറുകുള്ള ജനലരികിൽ നിൽപ്പോ. പ്രിയ ഗായകർ, സംഗീത സംവിധായകർ, ഗാനരചയിതാക്കൾ, വാദ്യോപകരണ വിദഗ്ധർ എന്നിവർ അവരുടെ ഇഷ്ടഗാനത്തിന് പിന്നിലെ ഗാനാനുഭവങ്ങൾ പാട്ടിന്റെ കൂട്ടുകാരിലൂടെ പങ്കുവയ്ക്കുന്നു. കതിവനൂർ വീരനെ നോമ്പു നോറ്റിരുന്നു. മറക്കാതെ കാണുക എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 10 മണിക്ക് നമ്മുടെ സ്വന്തം ജയ്ഹിന്ദ് ചാനലിൽ. കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ ഒളിച്ചേരുന്നേ ഒന്നിച്ചൊളിച്ചേരുന്നേ ചുണ്ടത്ത് മുല്ല ചെണ്ടുണ്ടേ. കാണുക ഈ പാട്ടനുഭവത്തിന്റെ കൂട്ടുകാരാണ്. ആയിരത്തി 1987 ജൂബിലി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായെത്തിയ ഹിറ്റ് ചിത്രമായിരുന്നു ഭൂമിയിലെ രാജക്കന്മാർ. ഇതിൽ അടൂർ ഭാസി, സുരേഷ് ഗോപി എന്നിവരും അഭിനയിച്ചിട്ടുണ്ട്. ഇതിലെ ജഗതി അവതരിപ്പിച്ച കഥാപാത്രം എന്ന് പറയുന്നത് ഒരു കളരി ആശാനായിട്ടാണ്. പക്ഷെ അദ്ദേഹം വിചാരിക്കുന്നത് പണ്ടത്തെ ആ രാജഭരണം ഇപ്പോഴും ഉണ്ട്, താൻ എന്തോ വലിയൊരു രാജാവാണെന്നും അവിടുത്തെ വലിയ ഒരു കളരി ആശാനാണെന്നുള്ള ചിന്തയോടുകൂടി പോകുന്ന ഒരു ആശാനാണ്. അപ്പം ഇദ്ദേഹത്തെ കാണിക്കുന്നൊരു സീനുണ്ട് ജഗതി ചേട്ടൻ്റെ. ഇയാൾ ചാടി വീണിട്ട് അവിടുത്തെ ആശാൻ്റെ ശിഷ്യന്മാരായിട്ട് അടികൂടുന്ന സീന്. പക്ഷേ ശിഷ്യന്മാർ എല്ലാവരും നന്നായിരിക്കുമെന്ന് പുള്ളി വിചാരിച്ചില്ല. അവസാനം ഒരു ഇടി കിട്ടുന്നുണ്ട് പുള്ളിക്ക്. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ഇനി പയറ്റ് തുടങ്ങാം. നീ വരൂ. എന്റെ അമ്മജി. നീ വന്നത് നന്നായി, അല്ലെങ്കിൽ ഞാൻ ഇവന്റെ തല പോയി തന്നെ അങ്കക്കലി കൊണ്ടുപോയി. മിടുക്കൻ, നന്നായി പയറ്റുന്നുണ്ടല്ലോ. അത് പിന്നെ എന്റെ ശിഷ്യനല്ലേ. ചുമ്മാ ഇരടെ. എവിടെ പഠിച്ചത്? തുളുനാട്ടില്. ഇവിടെ വന്നിട്ട് 2 ദിവസമായുള്ളൂ. അത് പറ. അതല്ലേ എന്റെ പൊന്നനിയ, സ്നേഹം കൊണ്ട് പറയാ, അധിക ദിവസം ഇവിടെ നിൽക്കരുത്. ഇപ്പൊ അനിയ നന്നായി പയറ്റുന്നുണ്ടല്ലോ, അതൊക്കെ പോവും, നാശമാവും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, പോണതിന് മുമ്പ് 5-6 നല്ല ചോട് അമ്മാവനെ പഠിപ്പിച്ചിട്ടോ.
ഒന്ന് പഠിക്കേ, ബുദ്ധിമുട്ടില്ല, വളരെ എളുപ്പമാ. ആ ഞാൻ പോട്ടെ. ശരി. തുളുനാട്ടിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുവ ഇന്ന് ഇറങ്ങിക്കോണം. ഈ അങ്കത്തട്ടിന്ന്, ഈ കൊട്ടാര വളപ്പിന്ന്, ഈ ടെറിട്ടറിന്ന്. 1992 ശ്രീ GS വിജയൻ സംവിധാനം ചെയ്ത് ശ്രീനിവാസൻ, സുധീഷ്, ജഗദീഷ് ശ്രീകുമാർ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഹിറ്റ് ചിത്രമായിരുന്നു ചെപ്പടി വിദ്യ. ഒരു പറ്റം കള്ളന്മാരുടെ കഥ പറഞ്ഞുപോയ സിനിമ കൂടിയായിരുന്നു ഇത്. ഇതിലും ഒരുപാട് ചിരിക്കാനുള്ള മുഹൂർത്തങ്ങളാണ് ഇതിൻ്റെ പ്രിയ സംവിധായകൻ GS വിജയൻ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ സുധീഷ് എന്ന് പറയുന്നത് ഈ ജോലിയുമായി ആദ്യം ഒട്ടും പരിചയമില്ല. പിന്നീടാണ് ഇദ്ദേഹം ഈ കള്ളനായിട്ട് മാറുന്നത്. ഇതിൽ ജഗതിച്ചേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം എവിടെയെങ്കിലും മോഷണത്തിൽ പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക രീതിയുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന ഈ സിനിമയിൽ വന്നിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങൾക്കും മോഷണം നടത്തുന്നതിന് ഓരോ രീതി ഉണ്ടെങ്കിലും ജഗതിച്ചേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ രീതി എന്ന് പറയുന്നത് ഒരു വലിയ വീട്ടിൽ മോഷണത്തിന് പോയി കഴിഞ്ഞാൽ ആ വീട്ടിൽ ആരുമില്ലെന്ന് മനസ്സിലാക്കിയ ശേഷം അദ്ദേഹം പതുക്കെ അടുക്കള വഴി ഈ വീട്ടിലേക്ക് പ്രവേശിക്കും. കാരണം അടുക്കള വഴി പ്രവേശിക്കുന്ന കാരണം ഇദ്ദേഹത്തിൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് ഫുഡാണ്. പുളി, ഉണക്കച്ചെമ്മീൻ, മുളക് പൊടി, തേയില, ബ്രെഡ്. ഈ ഉപ്പും കുരുമുളകും അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്. ബ്രെഡ്. പോകാം. അങ്ങനെ പോയാലെങ്ങനെ? ഇവിടെ വരെ മെനക്കെട്ട് വന്നതല്ലേ. സേഫിന്റെ താക്കോൽ ഇവിടെ വെച്ചിരിക്കുന്നു. ഒരു സാധനം വെച്ച സ്ഥലത്ത് കാണരുത്. അങ്ങനെ ഒരു കാര്യം. അച്ചോട്ടൻ തിരക്കിലാണോ? ആരും മാധവനോ? വാ ഇരി. ഇല്ല, ഇനിയിപ്പോ ഞങ്ങൾ പോവുക. ഇതാര്? ട്രെയിനിയ. എന്തുവാടേ കള്ളനെ പോലെ പറഞ്ഞേക്കുന്നത്? ഇങ്ങോട്ട് നീങ്ങില്ലേ കാണട്ടെ. പ്രതീക്ഷ ഉണ്ടോ? ഒന്നും അങ്ങോട്ട് പറയാറായിട്ടില്ല. ഗുരുത്തം വേണം. എന്നാ നിങ്ങൾ വിട്ടോ, ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. ഇത്തിരി പണിയുണ്ട്. നല്ല കല്ലം പൂട്ടാ. ഇഷ്ടംപോലെ സമയമെടുത്തോ. വില്ലേജ് ഓഫീസർ വരാൻ 2-3 ദിവസം കഴിയും. എന്നാ ശരി ശരി. 1997 പ്രിയ സംവിധായകൻ താഹ സംവിധാനം ചെയ്ത് ജോർജ് വിഷ്ണു, തിലകൻ, ജഗദീഷ് ശ്രീകുമാർ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഹിറ്റ് ചിത്രമായിരുന്നു 5 സ്റ്റാർ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിനെ കേന്ദ്രീകരിച്ചാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്.
ഈ ജോർജ് വിഷ്ണു അവതരിപ്പിച്ച കഥാപാത്രം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ ഇദ്ദേഹത്തെ അന്വേഷിച്ച് തിലകൻ, അതായത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ, ഈ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. തിലകനാവട്ടെ നല്ല കീടമാണ്. അപ്പോൾ കീടമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു ദിവസം പോലും മദ്യം കഴിക്കാതിരിക്കാൻ പറ്റുകയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അവിടുത്തെ അറ്റൻഡറായ ജഗതിച്ചേട്ടൻ ഓപ്പോസിറ്റ് ഇങ്ങനെ വരുന്നത്. അതെ, എന്താ ഇത്? കിമ്പളാണ്, വെച്ചോളൂ. ഞാൻ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ശമ്പളം മേടിക്കുന്നുണ്ട്. എനിക്ക് കിമ്പളം വേണ്ട. കിമ്പളം വാങ്ങണ വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കുമ്പളത്തുകാരൊരു രാവുണ്ണിയുണ്ട്, അവനിന്ന് ലീവാ, വന്നില്ല. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ലേശം മറ്റവനെ വാങ്ങാനായിരുന്നേ. മറ്റവനോ? അട്ടംപ്റ്റീസ്. മദ്യോ? കാർന്നവരെ നിങ്ങൾ എന്തൊന്നാണ് വിചാരിച്ചത്? മദ്യപിക്കാൻ ഇത് ബാർ അറ്റാച്ച്ഡ് ഹോസ്പിറ്റലാണെന്ന് കരുതിയോ? നിങ്ങൾ ഈ പറഞ്ഞത് വേറെ ഏതെങ്കിലും അറ്റൻഡർമാരോ ആയിരുന്നെങ്കിൽ നിങ്ങൾ അപ്പനെ മോനെ ഇന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്യാനെ. നിങ്ങൾക്ക് മര്യാദ ഇല്ലെങ്കിൽ ഈ ഹോസ്പിറ്റൽ ഒരു മാന്യത ഉണ്ട്, അറിയാമോ? കാശെട്, സാധനം വാങ്ങിക്കാനുള്ള കാശെടുക്കാൻ ഏത് വേണം, എത്ര വേണം? 1 പൈന്റ് റം. 1 പൈന്റ് മതി. അപ്പൊ ചേട്ടന് വേണ്ടേ? കന്നാലി, അപ്പൊ നീ കഴിക്കല്ലേ? എങ്കിൽ പിന്നെ പുള്ളു തന്നെ ആയിക്കോട്ടെ. കെട്ടിപ്പിടിച്ച് കണ്ട് കാശെടുക്ക. എടുക്കാലോ. ഉണ്ട്, തികച്ചുണ്ട്. അത് കൂടുതലോ? 3 സോഡ. രണ്ടെണ്ണേ ഉള്ളൂ. കുഴപ്പമില്ല, പൊട്ടിച്ചതിനകത്തോട്ട് ഒഴിച്ചോ. ഫ്ലാസ്കിൽ സോഡയാ, പിന്നെ ടാങ്കറിൽ കൊണ്ടുപോകണം സോഡ. ഒഴിക്കേ. ബാക്കി പൈസ പോട്ടെ. കുപ്പി താനെടുത്തോ. നീ എന്തുടേ അളക്കണേ? അങ്ങനെ ഒഴിക്കടാ ചാവി. കാർന്നവരെ, എന്തിനും ഒരു അളവുള്ളത് നല്ലതാ. ഇക്കാലത്ത് സ്നേഹം വരെ അളന്നല്ലേ കൊടുക്കുന്നത്. നീ കൊറിക്കാനൊന്നും വാങ്ങിയിട്ടില്ലേ? വെളിയിൽ നിന്ന് എന്തിനാ വാങ്ങുന്നത്? എല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ. മൾട്ടിവിറ്റാമിൻ, കാൽഷ്യം, സാൻഡോസ്, സൂപ്രാഡൈൻ, ജലൂസിൽ. നീ എന്തുട്ടേ പറയണേ? കപ്പലണ്ടിക്ക് വരാൻ ഗുളിക കഴിക്കേ? ഇതൊക്കെ വിറ്റാമിൻ ആണ്. മദ്യം വിഷമാണെന്നല്ലേ പറയാറ്. മദ്യത്തിന്റെ കൂടെ ഈ വിറ്റാമിൻസും കൂടെ കഴിച്ചാൽ എല്ലാം ബാലൻസ് ആയി, ലിവർ ഓക്കെ. വേണമെങ്കിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് പിൽസ് മിക്സറായിട്ട് കഴിക്കാം. ഭക്ഷണത്തിന് മുൻപോ പിമ്പോ എങ്ങനെ വേണേലും കഴിക്കാം, പക്ഷേ മാറിപ്പോരുത്. ഒരു ദിവസം വിറ്റാമിൻ ആണെന്ന് കരുതി സ്ലീപ്പിംഗ് പിൽസ് എടുത്ത് കഴിച്ചു, 2 ദിവസം ഉറങ്ങിപ്പോയി. കറുതൽ കഴിക്കേ. സ്നേഹം. എനിക്ക് എന്നോട് സ്നേഹം ഉണ്ട്, അതുകൊണ്ടല്ലേ ഇത് വാങ്ങാൻ പറഞ്ഞേ. സ്നേഹം വരുന്നു. എനിക്ക് നേരത്തെ വന്നതാ, നിനക്ക് ഇപ്പോഴല്ലേ സ്നേഹം വന്ന എന്നോട്? അല്ല, നഴ്സ് സ്നേഹലത വരുന്നെന്ന്. കാരണം ഈ മറവിൽ ഒളിച്ചോ, ഞാൻ വിളിക്കുമ്പോ വന്നാ മതിയേ. അതൊക്കെ ഞാൻ മാറ്റിക്കൊള്ളാം. അതിപ്പോ സ്വല്പം മുമ്പേ അവിടെ നിൽക്കുകയായിരുന്നു. എന്താ സ്നേഹം? സ്നേഹലതയെ സ്നേഹം കൊണ്ട് സ്നേഹം എന്ന് ചെറുതാക്കി. തൽക്കാലം താൻ എന്നെ അങ്ങനെ ചെറുതാക്കണ്ട. താൻ എന്നാ റാഫേലിന്റെ ഫാദറിനെ MD വിളിക്കുന്നു പോയി പറ. അയാൾ ഇങ്ങോട്ട് വന്നില്ല. റൂമിൽ പോയി പറയണം. അല്ല